وبركاته. بسم الله الرحمن الرحيم. الحمد لله. اللهم لك الحمد كله ولك الشكر كله وإليك يرجع الأمر كله علانيته وسره. اللهم لك الحمد حتى ترضى ولك الحمد بعد الرضا ولك الحمد إذا رضيت. ربنا لا مانع لما أعطيت ولا معطي لما منعت ولا راد لما قضيت ولا مبدل لما حكمت ولا ينفع ذا الجد منك الجد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. صلى الله على سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قاف والقرآن المجيد. بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب. صدق الله العلي العظيم. وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع. أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع. رسول يرى ما لا يرى الناس حوله. कभी ए नौजवां मुस्लिम तदब्बुर भी किया तूने. वो क्या कर दूं तो तू जिसका है एक टूटा हुआ तारा. खुदी को कर बुलंद इतना के हर तकदीर से पहले खुदा बंदे से खुद पूछे बता तेरी रिज़ा क्या है. അനുഗ്രഹീതമായ ഈ ഇൽമിന്റെ മജ്ലിസിൽ സന്നിഹിതരായ ഉസ്താദുമാരെ, ഈ വേദി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന MA ചേളാരി ഉസ്താദ് അവറുകളെ, ഇവിടെ ഒരുമിച്ചുകൂടിയ സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു തആല നാം ഇത് സംഘടിപ്പിച്ചതും ഇവിടെ ഒരുമിച്ചുകൂടിയതും സംസാരിക്കുന്നതുമൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളിലൊന്നായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് ആമീൻ പറയൂ. ഇത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ചെറുതും വലുതുമായി എന്തൊക്കെ ദോഷങ്ങൾ നമ്മിൽ നിന്നും ഉണ്ടാവാറുണ്ടോ എല്ലാം അല്ലാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. കാമിലായ ഈമാനോടെ ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. സത്യവിശ്വാസികൾ അവരുടെ ഈമാനിന്റെ ഭാഗമായി സ്വീകരിച്ചിരിക്കുന്ന ഒന്നാണ്
അന്ത്യദിനം കൊണ്ടുള്ള വിശ്വാസം. ഖുർആനിന്റെ വലിയ ഒരു ഭാഗം തന്നെ സൂര്യൻ എങ്ങനെയാണ് തകരുക, ചന്ദ്രന്റെ വെളിച്ചം എങ്ങനെയാണ് ഇല്ലാതെയാവുക, സൂറെന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് ഊതുന്ന സമയത്ത് എങ്ങനെയാണ് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക, ഒരു കുറവും ലോകം ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആകാശലോകം എങ്ങനെയാണ് പൊട്ടിപ്പിളരുക, ചന്ദ്രൻ, ഇതര ഗോളങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് കൂട്ടിയിടിക്കുക, എങ്ങനെയായിരിക്കും ആ സന്ദർഭത്തിൽ ഭൂമിയിലെ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്, ഇങ്ങനെ ഖിയാമത്ത് നാളിന്റെ അന്ന് സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും ബീഭത്സമായ രംഗത്തെ വർണ്ണിക്കുവാനാണ് പരിശുദ്ധ ഖുർആനിന്റെ വലിയ ഒരു ഭാഗത്തെ അല്ലാഹു തആല നീക്കിവെച്ചിട്ടുള്ളത്. അതിന്ന് സംഭവിക്കും എന്നൊരിക്കലും ഒരാൾക്കും അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടില്ല. അഥവാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല സർവ്വജ്ഞാനങ്ങളും നൽകിയത് കൂട്ടത്തിൽ അതും അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് നമ്മോട് പറഞ്ഞിട്ടുമില്ല. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടനേകം കാര്യങ്ങളെ സംബന്ധിച്ച് ലോകത്ത് പറഞ്ഞു. എന്നാണ് അന്ത്യദിനം സംഭവിക്കുക എന്ന കാര്യം അവിടുന്ന് പറഞ്ഞില്ല. അതെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യന് മരണസമയം പറഞ്ഞുകൊടുക്കാത്തതുപോലെ മരണസമയമെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തിന്റെ സന്തുലിതാവസ്ഥ ഈ കാണുന്ന രൂപത്തിൽ നിലനിൽക്കുമായിരുന്നില്ല. രാവിലെ നാം സുബഹ് നിസ്കാരം കഴിഞ്ഞ് ചേളാരിയിലെ മത്സ്യ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ നല്ല മീൻ നമുക്കവിടെ നിന്ന് ലഭ്യമാവണം. അത് കിട്ടണമെങ്കിൽ മാസങ്ങളോളം കടലിൽ ബോട്ടുകളിൽ യാത്ര ചെയ്ത് മീൻ പിടിക്കണം മുക്കുവന്മാർ, മത്സ്യം പിടിക്കുന്ന ആളുകൾ. അത് ലോറിയിൽ കയറ്റിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. ഇവിടെ കെട്ടിടങ്ങൾ ഉണ്ടാവുന്നു, ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാകുന്നു, കച്ചവടങ്ങൾ ഉണ്ടാകുന്നു, വലിയ പട്ടണങ്ങൾ ഉണ്ടാകുന്നു, വീടുകൾ ഉണ്ടാക്കുന്നു. ലോകാവസാനത്തിന്റെ സമയമെങ്ങാനും അല്ലാഹു തആല നിർണയിച്ച് ഈ ലോകത്തെ അറിയിക്കുകയായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രവർത്തനം ലോകത്ത് നടക്കുമായിരുന്നോ? മനുഷ്യൻ ജീവിക്കുന്നത് അവന്റെ പ്രതീക്ഷകളിലൂടെയാണ്. മരണസമയം അവനെ അറിയിച്ചു കൊടുക്കാത്തത് കൊണ്ട് അവൻ ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്ന ഒരു ശുഭപ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് മേൽപ്പറഞ്ഞ സംഗതികൾക്കൊക്കെ ഒരു പ്രയാസവുമില്ലാതെ അവൻ സമയം കാണുന്നു. എന്നതുപോലെ ഈ ലോകാവസാനത്തിന്റെ സമയം അല്ലാഹു തആല അറിയിച്ചു കൊടുക്കാത്തത് കൊണ്ട് സകല പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി ചെയ്യാൻ ഓരോ മനുഷ്യനും തയ്യാറാകും. പക്ഷേ മരണത്തിന്റെ മുമ്പുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് നമുക്ക് ഉപദേശം നൽകി. എന്നതുപോലെ ലോകാവസാനത്തിന്റെ മുൻപ് ഇവിടെ സംഭവിക്കാനിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അക്ഷരത്തിലും അർത്ഥത്തിലും നമ്മുടെ മുമ്പിൽ വളരെ ഹൃദ്യമായി വിശദമായി മനോഹരമായി അവതരിപ്പിച്ചു ആദരവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരമാവധി കൂട്ടം ഒരു കുറവും അവിടുന്ന് വരുത്തിയില്ല. സ്വഹാബികളുടെ മുമ്പിൽ നബി തിരുമേനി ഇത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അവരേതാനും സമയമേ ലോകത്ത് ജീവിച്ചിരിക്കുകയുള്ളൂ. സ്വഹാബികളുടെ നൂറ്റാണ്ടുകൾ, തൊട്ടടുക്കലുള്ള നൂറ്റാണ്ടുകൾ വളരെ കുറഞ്ഞ കാലമാണ്. പക്ഷേ ഈ അടയാളങ്ങളാവട്ടെ ലോകാവസാനം എന്ന് പറയുന്ന ഒരുപക്ഷേ നൂറുകണക്കിന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാവുന്ന കാലയളവിൽ സംഭവിക്കാവുന്ന സംഗതികളാണ്. സഹാബികൾ അന്നുണ്ടാവില്ല.
അവർക്ക് ശേഷം വരുന്ന ആളുകൾ വന്നുണ്ടാവില്ല. പിന്നെ എന്തിന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞു എന്ന ചോദ്യത്തിന്റെ ഉത്തരം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, അല്ലാഹു തആല കരുണയായിട്ട് അയച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ കാരുണ്യത്തിന്റെ വർത്തമാനങ്ങളായിരുന്നു അത്. ഈ അടയാളം ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ലോകാവസാനം ഉണ്ടാകും. അന്ത്യദിനത്തോടനുബന്ധിച്ച് ലോകത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി വരാനുണ്ട്. ഈ കാര്യങ്ങൾ പഠിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്ന വിശ്വാസികൾ സ്വാഭാവികമായും അല്ലാഹു തമ്പുരാന്റെ ഈ നിയന്ത്രണത്തിലും അവന്റെ തീരുമാനത്തിലും അടിയുറച്ച് വിശ്വസിക്കും. ആ അടയാളങ്ങൾ ചീത്ത കാര്യങ്ങളാണെങ്കിൽ ഇത് എന്റെ ഹബീബ് പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല, അത് ബോധവൽക്കരണം നടത്തുകയും അതിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഓരോ വിശ്വാസിയും തയ്യാറാവുകയും ചെയ്യും. അല്ലാമ ഇഖ്ബാൽ ഹബീബായ റസൂലുള്ളാഹിയെ വർണ്ണിച്ച് പാടിയ ഒരു കവിതയാണ് നാം ഓർക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വദാനായ സുബുൽ, അവിടുന്ന് വഴി കാണിച്ചയാളാണ്. ഒരു നേതാവിനെ കുറിച്ച് നാം വഴികാട്ടി എന്ന് പറയുന്നത് പോലെയല്ല. ലോകാവസാനത്തിന്റെ അപ്പുറലോകാവസാനം വരെ ഈ ലോകത്ത് വരാനിരിക്കുന്ന ജനകോടികൾ, വ്യത്യസ്ത രാജ്യങ്ങളിൽ ജീവിക്കുന്നവർ, വ്യത്യസ്ത യുഗങ്ങളിൽ കടന്നു വരുന്നവർ, ഓരോ രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ വിവിധ വേഷങ്ങളിൽ ജീവിക്കുന്നവർ, അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വദാനായ സുബുൽ, അവിടുന്ന് വഴി കാണിച്ചയാളാണ്. ഖത്മുർ റസൂൽ മൗലായ കുൽ ജിസ്നെ ഗുബാരേ റാഹ് കോ ബഖ്ശാ ഫറൂഖ് വാദി സീനാ നിഗാഹ ഇശ്ഖ് മസ്തി മേ വഹി അവൽ വഹി ആഖിർ വഹി ഖുർആൻ വഹി ഫുർഖാൻ വഹി ത്വാഹ വഹി യാസീൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറഞ്ഞതിനെ 3 ഇനങ്ങളായി പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് സംഭവിച്ച കാര്യങ്ങളാണ്. ആ അടയാളങ്ങൾ പരിശുദ്ധ റസൂല് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് കഴിഞ്ഞുപോയി. ഉദാഹരണമായി അവിടുന്ന് പറയുന്നു, അനവസ്സാഅതു കഹാതൈൻ, ഞാനും അന്ത്യദിനവും ഇതുപോലെയാണ്, ഇത്രയും അടുത്തതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നിയോഗം ലോകാവസാനത്തിന്റെ അടയാളങ്ങളിലൊന്നാണ്. അത് കഴിഞ്ഞുപോയ കാര്യമാണ്. വേറെ ഒരടയാളം നിങ്ങൾക്കറിയാമല്ലോ, ഇൻഷിഖാഖുൽ ഖമർ, ചന്ദ്രൻ പിളർന്നത്. അത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്ന ഒരടയാളമാണ്. യഥാർത്ഥ ചന്ദ്രന്റെ പിളർപ്പിന്റെ മുമ്പ്, ലോകാവസാനത്തിന്റെ സന്ദർഭത്തിൽ ചന്ദ്രൻ തകർന്ന് തരിപ്പണമാകുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് അത്ഭുതം കാണിച്ചു കൊടുത്തുവല്ലോ. ചന്ദ്രനെ 2 പിളർപ്പാക്കി മാറ്റിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ ആളുകൾ, ഖുറൈശികളായ ആളുകൾ, ഈ കാണുന്ന പൂർണ്ണചന്ദ്രൻ 2 പിളർപ്പാക്കി ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അള്ളാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്യേണ്ട താമസം അല്ലാഹു തആല ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ ജനങ്ങളുടെ മുൻപിൽ വെച്ച് ചന്ദ്രനെ നടുവിൽ ഒരു വര വരച്ചപ്പോഴേക്ക് 2 പിളർപ്പായി ചന്ദ്രൻ പോയി. ചരിത്രം വിശാലമാണ്, നിങ്ങൾക്കറിയാവുന്നതുമാണ്. നമ്മുടെ കേരളത്തിൽ ഇസ്ലാം എത്തുന്നതിന്റെ കാരണമായിട്ട് പല ചരിത്രകാരന്മാരും ആ ചന്ദ്രൻ പിളർന്ന സംഭവവുമായി ആ കാര്യങ്ങളെ ബന്ധപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഇഖ്തറബത്തിസ്സാഅതു വൻശഖൽ ഖമർ.
ഖിയാമത്ത് നാളെടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു. ചന്ദ്രന്റെ ഈ പിളർപ്പ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ ഒന്നായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഉണ്ടായ ഈ സംഭവത്തെ അല്ലാഹു ഖുർആനിലൂടെ പറയുന്നത്. ഇനിയും നിരവധി അടയാളങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ചെറുതും വലുതുമായ നിരവധി അടയാളങ്ങൾ ഉണ്ട്. അതാണ് ഒന്ന്, സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ. രണ്ട്, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങൾക്ക് ഇങ്ങനെ തുടർച്ചയുണ്ട്. ഞാനതിന് ചില ഉദാഹരണങ്ങൾ പറയാം. മൂന്നാമത്തേത് കൂടെ പറഞ്ഞിട്ട്, മൂന്നാമത്തേത് ഉണ്ടായിട്ടില്ല, പക്ഷേ അതുണ്ടാകും. അതേറ്റവും വലിയ അടയാളങ്ങളാണ്. ഒന്ന് ഷാറാക്കി ബാസക്കൊന്ന് കൂട്ടി. അതേറ്റവും വലിയ അടയാളങ്ങളാണ്. അതിങ്ങനെ ലോകത്ത് സംഭവിച്ചിട്ടില്ല, പക്ഷേ ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടുത്ത അടയാളങ്ങളിൽ ഒന്നാണ്. ആ അടയാളങ്ങളിൽ ഖിയാമത്ത് നാളിന്റെ തൊട്ടുടനെയുള്ള സമയത്താണ് ആ അടയാളങ്ങൾ ഉണ്ടാവുക. അതാണ് മൂന്നാമത്തെ കാര്യം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനം ചെറിയ അടയാളങ്ങളുടെ ഒടുക്കത്തിന് ശേഷം വലിയ അടയാളങ്ങളുടെ പ്രാരംഭത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഗൗരവമേറിയ കാര്യമാണ്. ഈ വലിയ അടയാളങ്ങൾ ഏറ്റവും ഭീകരമായ, ഏറ്റവും നമുക്കൊരിക്കലും ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കും സംഭവിക്കുക. നമ്മൾ ഇന്ന് പലതിനെക്കുറിച്ചും പല സംസാരങ്ങളും നടത്താറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയത്തിലൊന്നും യഥാർത്ഥത്തിൽ നമ്മുടെ വാക്കുകൾക്കോ നമ്മുടെ ചിന്തകൾക്കോ തീരുമാനങ്ങൾക്കോ യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ്. പല ആളുകളും ലോകം അവസാനിക്കുന്ന സമയം പ്രവചിച്ചതനുസരിച്ച് ഇപ്പൊ ലോകം ഉണ്ടാവാനേ പാടില്ല. കാരണം 2000-ന്റെ തുടക്കത്തിൽ ലോകം അവസാനിക്കുമെന്ന് ചില ആളുകൾ പറഞ്ഞിരുന്നു. വേറെ ചില ആളുകൾ ഓരോ തീയതികൾ പറയും, ലോകം അവസാനിക്കാൻ പോവാണ്, പ്രപഞ്ചം തീരാൻ പോവാണ്. അങ്ങനെ അവസാനിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാവാൻ പാടില്ല ആ കള്ളപ്രവാചകന്മാരുടെ വർത്തമാനം ലോകം സ്വീകരിക്കുകയാണെങ്കിൽ. നമ്മെ സംബന്ധിച്ചിടത്തോളം ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ സൂചനകളുണ്ട്. അതിന് മഹാന്മാരായ ഉലമാ നടത്തിയ വ്യാഖ്യാനങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് പറയുക എന്നത് അള്ളാഹുവിന്റെ ഹബീബിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാം മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന്റെ മുന്നോടിയായിട്ട് പറഞ്ഞ ഒരു ഹദീസുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നലിൽ മഹ്ദി ആയതൈൻ. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന്റെ മുമ്പ് ലോകത്ത് 2 അടയാളങ്ങൾ ഉണ്ടാകും. ആ അടയാളങ്ങൾ ലം തകൂനാ മുൻദു ഖലഖസ് സമാവാതി വൽ അർള. ആകാശഭൂമികളെ അല്ലാഹു സൃഷ്ടിച്ച ശേഷം ആ അടയാളങ്ങൾ പോലെയുള്ള, ആ സംഭവങ്ങൾ പോലെയുള്ള ഒന്നുമേ ലോകത്തുണ്ടായിട്ടില്ല. അതിലൊന്ന് തൻകസിഫുൽ ഖമർ ലിഅവ്വലി ലൈലത്തി റമളാൻ. റമളാനിന്റെ ആദ്യ രാത്രിയിൽ ചന്ദ്രഗ്രഹണമുണ്ടാകും. തന്നെയുമല്ല, റമളാനിന്റെ പകുതി പിന്നിടുന്ന രാത്രിയിൽ, ആ പകലിൽ സൂര്യഗ്രഹണവും ഉണ്ടാകും. ഇത് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ലോകത്ത് വരാനുള്ളതിന്റെ ഭൗതികമായ അടയാളങ്ങളാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ ഹദീസ് വല്ലാതെ ചർച്ച നടന്നിട്ടുണ്ട്, ഇല്ലേ? എന്നിട്ട് ചില ആളുകൾ അതിന് കൊല്ലം കണക്കാക്കിയിട്ടുമുണ്ട്. ഇത്ര കൊല്ലം സൂര്യൻ ഇങ്ങനെ കറങ്ങിയാൽ 2022 ഇങ്ങനെ സൂര്യഗ്രഹണമുണ്ടാകും. ചന്ദ്രഗ്രഹണം ഇങ്ങനെ കറങ്ങിയാൽ
ഇത്ര സമയത്ത് ചന്ദ്രഗ്രഹണവും ഉണ്ടാകും. അതുകൊണ്ട് ചില ആളുകൾ പറയുന്നത് 2022 2024 ഇതാ ഈ പറഞ്ഞ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ആദ്യമായി ലോകത്ത് റമളാനിൽ ഉണ്ടാവാൻ പോവുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത, ഇതറിയുന്ന വളരെ അപൂർവം ആളുകൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ വലിയ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ഖിയാമത്ത് നാളിന് ഒരുപാട് കാലഘട്ടങ്ങളൊന്നും ഇനി കാത്തിരിക്കേണ്ടതില്ല. അടയാളങ്ങൾ ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് കാണുന്നത് മുഴുവൻ ഇമാം മഹ്ദി വരാനായതിന്റെ അടയാളമായി, ദജ്ജാൽ വരാനായതിന്റെ അടയാളമായി വ്യാഖ്യാനിക്കാൻ നമുക്ക് അവകാശമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അൽഹംദുലില്ലാഹ് ഇന്ന് ദീനീബോധമുള്ള ഒരു വലിയ സംഘം ഈ നാട്ടിലുണ്ട്. നമ്മൾ കണ്ടില്ലേ, വാള് പറയും മുമ്പ് കേൾക്കുന്നു, ഈ മജ്ലിസിൽ വന്നിരിക്കുന്നു, പല ഭാഗങ്ങളിലും സതുപദേശങ്ങൾ നടക്കുന്നു, സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു, ആയിരക്കണക്കിന് ആളുകൾ, വിദ്യാർത്ഥികൾ കോളേജുകളിൽ പഠിക്കുന്നു, മുഅല്ലിമീങ്ങളായി മഹാന്മാരായ പണ്ഡിതന്മാരായി ഓരോ കൊല്ലവും സ്ഥാപനങ്ങളിൽ നിന്ന് ഉസ്താദുമാര് പുറത്തേക്ക് വരുന്നു. അവർ കുടുംബങ്ങളിൽ നാട്ടിൽ ദീനിന്റെ ദാവത്തുകളുമായി മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ ഇങ്ങനെ അസ്തമിച്ച് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചോ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെക്കുറിച്ചോ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ചിന്താശേഷിയില്ലാത്ത ഒരു ഘട്ടത്തിലായിരിക്കും ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരിക. ഈ അടയാളങ്ങളൊക്കെ ഉണ്ടാവുക. ലോകത്തിന്റെ ഘടനയാകെ മാറിയിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രധാന സംഭവം ഉണ്ടാകുമ്പോ അത് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ അറിയുന്നുണ്ട്. ഏതാനും സമയം കൊണ്ട് നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കരുതും മഹ്ദി ഇമാം അവിടെ വന്നാൽ അത് ലൈവായിട്ട് നമുക്ക് കാണാൻ കഴിയുമല്ലോ, അത് കൃത്യമായിട്ട് അറിയാൻ കഴിയുമല്ലോ. എന്നാൽ അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും ലോകം പിന്നോട്ട് പോയി അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ചിന്തിക്കുന്ന വളരെ ചുരുങ്ങിയ ഒരു വിഭാഗം മാത്രം ആളുകൾ ലോകത്തുണ്ടാകുമ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ലോകത്ത് കടന്നു വരിക എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇമാം മഹ്ദി ലോകത്തിന്റെ വിമോചകനാണ്. പരമാവധി ഒന്നും കൂടെ കയറി. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എന്താണ്? അത്രേ ഉള്ളൂ അല്ലേ? ആയിക്കോട്ടെ. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ വിമോചകനാണ്. വിമോചകനായ ഇമാം നബവി എന്തിൽ നിന്നാണ് വിമോചിപ്പിക്കുക എന്നറിയാൻ ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയണം. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആരായിരിക്കും, എന്തെല്ലാമാണ് ബഹുമാനപ്പെട്ടവരുടെ നാമം, ഏത് രീതിയിലാണ് ബഹുമാനപ്പെട്ടവർ ലോകത്തേക്ക് കടന്നു വരിക എന്നതിനെ കുറിച്ചെല്ലാം വളരെ കൃത്യമായും ഹൃദ്യമായും ലോകത്തിന്റെ മുമ്പിൽ വിവരണം നൽകിയിട്ടുണ്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ദി ഇമാമിനെ കുറിച്ച് രണ്ട് വിശ്വാസമാണ് പ്രധാനമായും ലോകത്തുള്ളത്. ഒന്ന് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകൾ വിശ്വസിക്കുന്നത്, നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. മറ്റൊന്ന് ഷിയകൾ വിശ്വസിക്കുന്നത്, ഷിയാക്കൾ വിശ്വസിക്കുന്നത്. ഷിയാക്കൾ കൂടുതലായി താമസിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ പോയാൽ അവിടങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും മഹ്ദി ഇമാമിന്റെ വരവിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക എന്ന്. ഞാൻ കണ്ടിട്ടുണ്ട്. ഇറാഖിലേക്കൊക്കെ പോയി അവിടെയുള്ള ഓരോ മക്ബറകളിൽ, അവരുടെ പള്ളികളിലൊക്കെ നമ്മൾ കയറിയാൽ അവിടെയൊക്കെ ഉണ്ടാകും ഇമാം മഹ്ദിയുടെ ആഗമനത്തിന് വേണ്ടി ദുആ ചെയ്യാനുള്ള പോസ്റ്ററുകൾ. വഴിവക്കുകളിലൊക്കെ ഉണ്ടാകും അവർ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ. എന്തുകൊണ്ടെന്നാൽ അവര് വിശ്വസിക്കുന്നത് ഇമാം മഹ്ദി എന്നയാൾ ജനിച്ചിട്ടുണ്ട് ഹിജ്റ വർഷം 255 ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന മഹാൻ ബഹുമാനപ്പെട്ടവർ ഇമാം മഹ്ദിയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്.
അദ്ദേഹത്തിന് അല്ലാഹു തആല ദീർഘായുസ് നൽകിയിട്ടുണ്ട്. ആ മഹാൻ ലോകാവസാനത്തിൽ മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെടും എന്ന് പറഞ്ഞ കാലം വരെ ജീവിച്ചിരിക്കുന്നയാളാണ്. അതുകൊണ്ട് ലോകത്തിന് മുഴുവൻ വിമോചകനായിട്ട് വരുന്ന ഇമാം മഹ്ദി ഈ ഹുസൈൻ റളിയല്ലാഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ് എന്നാണ് അവരുടെ വിശ്വാസം. തന്നെയുമല്ല, ഇമാം മഹ്ദി എന്ന പേരിൽ ഒരുപാട് ആളുകൾ ലോകത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഹദീസുകൾ മനസ്സിലാക്കിയിട്ടും പഠിച്ചിട്ടും പേരും വാപ്പായുടെ പേരും ഒക്കെയായിട്ട് 40ഓളം ആളുകൾ ദജ്ജാലിനെ പോലെ തന്നെ ദജ്ജാലുകൾ വരും എന്നാ പറഞ്ഞിട്ടുള്ളത്. പലരും ഇമാം മഹ്ദിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. പരിശുദ്ധമായ കഅബ ശരീഫ് പൊളിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ഒരാൾ ഞാൻ ഇമാം മഹ്ദിയാണെന്ന് പറഞ്ഞിരുന്നു. ഈ അടുത്ത് തമാശയിലാണെങ്കിൽ പോലും നമുക്കിടയിലേക്കൊക്കെ ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ ഞാൻ ഇമാം മഹ്ദിയാണ് എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ചേവായൂരിൽ ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ അവരൊന്നുമല്ല. ഇമാം മഹ്ദി ലോകത്ത് വന്നിട്ടുമില്ല. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില ഹദീസുകളുണ്ട്. കൈഫ അൻതും ഇദാ നസല ഇബ്നു മർയമ ഫീകും വ ഇമാമുകും മിൻകും. എങ്ങനെയുണ്ടാകും ഇബ്നു മറിയമായ ഈസാ അലൈഹിസ്സലാം നിങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ നിങ്ങളുടെ ഇമാം അഥവാ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ഒരു ഹദീസ് عن أبي سعيد الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم المهدي مني. മഹ്ദി എന്നിൽപ്പെട്ടയാളാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത് റസൂലുള്ള വ്യക്തമായി പറയുന്ന കാര്യമാണ്. അജ്ലൽ ജബ്ഹതി, നെറ്റി വളരെ വിശാലമായ ആളാണ്. അഖ്നൽ അൻഫി, സൗന്ദര്യത്തിന്റെ അടയാളമായി ഉയർന്ന മൂക്കുള്ളയാളാണ്. യംലഉൽ അർള ഖിസ്തൻ വ അദ്ലാ, ഈ ഭൂമിയിലാകമാനം ഇമാം മഹ്ദി എന്നവർ നീതി നിറക്കും. കമാ മുലിഅത് ജൗറൻ വ ദുൽമാ, ഭൂമി എല്ലാ അതിക്രമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ഇരുട്ടും അക്രമങ്ങളും ഈ ഭൂമിയിൽ നിറഞ്ഞ ശേഷം ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു നീതിയുടെ വെളിച്ചവുമായി വരും. യംലികു സബ്അ സിനീൻ, 7 വർഷമായിരിക്കും ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് ഭരണം നടത്തുക. 7 അല്ല 8 എന്നും അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗ ലം യബ്ഖ മിനദ്ദഹ്രി ഇല്ലാ യൗമൻ, ഈ ലോകത്ത് ഒരു ദിവസം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എങ്കിലും ലബഅസല്ലാഹു റജുലൻ മിൻ അഹ്ലി ബൈതി, റസൂലുള്ള പറയാണ്, എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ സന്താന പരമ്പരയിൽ നിന്ന് അല്ലാഹു തആല ഒരു വ്യക്തിയെ പറഞ്ഞേക്കുന്നതാണ്. യംലഉഹാ അദ്ലാ കമാ മുലിഅത് ജൗറാ, ലോകത്ത് അക്രമങ്ങളും അരാജകത്വങ്ങളും നിറഞ്ഞതുപോലെ ഈ ലോകത്ത് വെളിച്ചം നിറക്കാൻ അല്ലാഹു തആല എന്റെ കുടുംബത്തിൽ നിന്നൊരാളെ പറഞ്ഞയക്കുന്നതാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകന്റെ കുടുംബത്തിൽ നിന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയുന്നത് ഹുവ അബൂ അബ്ദില്ല എന്ന് അറിയപ്പെടുന്നയാളായിരിക്കും. അബൂ അബ്ദില്ല എന്നറിയപ്പെടുന്ന ആളായിരിക്കും. മുഹമ്മദ് എന്നോ അഹ്മദ് എന്നോ അറിയപ്പെടുന്നയാളായിരിക്കും. ബഹുമാനപ്പെട്ടവരുടെ ഒപ്പയുടെ പേര് അബ്ദുള്ള എന്നായിരിക്കും.
ബഹുമാനപ്പെട്ടവർ മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന പേരിൽ ബഹുമാനപ്പെട്ടവരുടെ നാമമുണ്ടാവുകയും അബൂ അബ്ദില്ല എന്ന പേരിൽ ബഹുമാനപ്പെട്ടവർ അറിയപ്പെടുകയും ചെയ്യും. ബഹുമാനപ്പെട്ടവർ എത്രാമത്തെ വയസ്സിലാണ് വരിക? പണ്ഡിതന്മാര് പറയുന്നു 40 വയസ്സ് പൂർത്തിയാകുന്ന സമയത്തായിരിക്കും ബഹുമാനപ്പെട്ടവർ ലോകത്തേക്ക് കടന്നു വരിക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് നല്ല ആരോഗ്യവാനായിരിക്കും. ബഹുമാനപ്പെട്ടവരുടെ മുഖമുണ്ടല്ലോ, കത്തിത്തിളങ്ങുന്ന പ്രകാശമായിരിക്കും ഉണ്ടാവുക, നല്ല വെളിച്ചമായിരിക്കും. ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തോടും നിറത്തോടും ഏറെ സാമ്യമുള്ള ആളായിരിക്കും. ബഹുമാനപ്പെട്ടവർ നടക്കുമ്പോ മേഘമിങ്ങനെ തണലിടുന്നത് പോലെ കാണുന്ന ആളുകൾക്ക് അനുഭവപ്പെടും എന്നെല്ലാം മഹാന്മാരായ ഉലമാ അവരുടെ ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയതനുസരിച്ച് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സയ്യിദുനാ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ലോകത്ത് വരുന്നതിന്റെ മുമ്പ് എന്തെല്ലാം സംഭവങ്ങൾ ലോകത്ത് വരാനുണ്ട്. ആ കുഴപ്പങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഒക്കെയുള്ള ഒരു വിമോചകനായിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു ലോകത്ത് കടന്നു വരിക. അതിന്റെ അടയാളങ്ങളിലേക്കാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. 1-2 അടയാളങ്ങൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ, നമുക്കിടയിൽ നടക്കുന്ന സാംസ്കാരികമായ മൂല്യച്യുതികൾ, അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിൻഫാനി മിൻ അഹ്ലിന്നാർ, 2 വിഭാഗം ആളുകൾ, അവർ നരകാവകാശികളാണ്. ലം അറഹുമാ, അവരെ ഞാൻ കണ്ടിട്ടില്ല. ഖൗമും മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ, പശുവിന്റെ വാലുകൾ പോലെ നീണ്ട വടികൾ അവരുടെ കയ്യിലുണ്ട്, ചാട്ടവാറുകൾ അവരുടെ കയ്യിലുണ്ട്. യദ്രിബൂന ബിഹന്നാസ്, അവർ ജനങ്ങളെ ആ ചാട്ടവാർ ഉപയോഗിച്ച് അടിക്കുന്നതാണ്. ഈ ഹദീസിന്റെ വ്യാഖ്യാനം ചില ആളുകൾ പറഞ്ഞത് ജനങ്ങളെ ആക്രമിക്കുന്ന ഭരണാധികാരികൾ ധാരാളമായി രംഗത്ത് വരൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്നതാണ്. നീതി പുലർത്താൻ കഴിയാത്ത ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥന്മാർ. ഇപ്പൊ ഇന്ന് ഈ ദിവസം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്, സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഒരു ചെറുപ്പക്കാരന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ സഹോദരൻ നടത്തുന്ന നിരാഹാരത്തെക്കുറിച്ചാണ്. ഉദാഹരണം, അനീതി സംഭവിക്കുന്നുണ്ട്. സമസ്തയുടെ നേതാവായിരുന്ന വൈസ് പ്രസിഡന്റായിരുന്ന ശൈഖുനാ ചെമ്പരിക്ക അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ടവരുടെ മരണത്തിന്റെ അന്വേഷണത്തിൽ പോലും വ്യക്തമായ അനീതി നടന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏത് വിഷയം പരിശോധിക്കുമ്പോഴും അനീതി ലോകത്തുയർന്നു നിൽക്കുക, അതിനുവേണ്ടി തയ്യാറാകുന്ന ഭരണാധികാരികൾ. പിന്നെയോ രണ്ടാമത്തെ വിഭാഗം, വനിസാഉൻ കാസിയാത്ത്, ചില സ്ത്രീകൾ ഉണ്ടാകും, അവർ രംഗത്ത് വരും. കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചവരാണ്. പക്ഷേ ആരിയാത്തുൻ, അവർ നഗ്നരായവരാണ്. ശരീരത്തിന്റെ ഒരുപാട് ഭാഗങ്ങൾ മറക്കാതിരിക്കുകയും ചില ഭാഗങ്ങൾ മാത്രം മറക്കുകയും ചെയ്യുന്ന ആളുകൾ. അതല്ലെങ്കിലോ അകത്തുള്ള ശരീരത്തിന്റെ രൂപഭംഗികളെ പുറത്ത് കാണാൻ കഴിയുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ. ഈ ലോകത്തെ അരാജകത്വത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണതെല്ലാം. അള്ളാഹു നമ്മുടെ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ള പറയുകയാണ്, മുമീലാത്തുൻ മായിലാത്ത്, ചാഞ്ഞും ചെരിഞ്ഞും അവർ നടക്കുന്നവരാകുന്നു. ചിന്തിക്കുക, മറ്റുള്ളവരെ ആകർഷിപ്പിക്കുവാൻ വേണ്ടി പ്രേമിക്കാനും പ്രേമിക്കപ്പെടാനും താല്പര്യമുള്ളവരായി സ്ത്രീകൾ, പെൺകുട്ടികൾ മാറുന്ന ഒരു കാലഘട്ടം. കോളേജുകളിൽ പഠിക്കുമ്പോൾ, സ്കൂളുകളിൽ പഠിക്കുമ്പോൾ
അതുപോലെയുള്ള രംഗങ്ങളിൽ പഠിക്കുമ്പോൾ, വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും ജീവിക്കാം, ഏത് രീതിയിലും ജീവിക്കാം. അതിനെതിരായി പറയുന്നതാണ് തെറ്റ്. എല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണ്. മാഇലാത്തുൻ മുമീലാത്ത്. ആളുകൾക്കിടയിൽ മുസ്ലിം വേഷം ധരിച്ച് അങ്ങാടികളിൽ പരസ്യമായി ഫ്ലാഷ് മോബെന്നോ മറ്റോ ഒക്കെ പേരിലായി പല പെൺകുട്ടികളും രംഗത്ത് വരികയും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അത് ശരിയാണ് എന്ന് സമർത്ഥിക്കാനും സോഷ്യൽ മീഡിയയിൽ അതിനുവേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കാണുകയാണ്. മഇലാത്തുൽ മുമീലാത്ത് റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല. അവരുടെ തലമുടിയാണെങ്കിലോ ഒട്ടകത്തിന്റെ ഉയർന്നു നിൽക്കുന്ന പൂഞ്ഞകൾ പോലെയാണ്. ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹാ. അവര് സ്വർഗത്തിൽ കടക്കില്ല, അവരാ സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കുകയില്ല. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അരാജകത്വമുണ്ടാവും. ഉദാഹരണം സ്ത്രീകളിലൂടെ. ഖിയാമത്ത് നാളിന്റെ അടയാളാണ്. ഈ അരാജകത്വത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ലോകത്ത് വരുന്ന വിമോചകനാണ് സയ്യിദുനാ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. എല്ലാവരും നന്നാകും. എല്ലാവരുടെ മനസ്സിലും ഈമാനിന്റെ വെളിച്ചമുണ്ടാകും. ലോകത്ത് വിശ്വാസികളുടെ ആചാരങ്ങൾക്കും മുസ്ലിങ്ങളുടെ വസ്ത്രധാരണത്തിനും മുസ്ലിം സമൂഹത്തിന്റെ അന്തസ്സ് ഉയരുന്ന രീതിയിലുള്ള പ്രത്യേകതകൾ ഉണ്ടാകും. സന്തോഷകരമായ സാഹചര്യം ഈ ലോകത്ത് നടമാടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ചില അടയാളങ്ങളാണ്. അവിടുന്ന് പറയുന്നു, കസ്റത്തുൽ കദിബി. കളവ് ധാരാളമായി ജനങ്ങൾ കള്ളം പറയും. വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ, അതുപോലെ മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ അതിൽ സത്യസന്ധത ജനങ്ങൾ പുലർത്തുകയില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കും വാട്സാപ്പൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഉപദ്രവകാരിയായി മാറുന്നത് ഈ കള്ളം പറയുന്നവരുടെ പ്രചരണങ്ങൾ കൊണ്ടാണ്. ഇരിക്കുന്നവരൊന്നും അതിൽപ്പെട്ടവരാണെന്നല്ല, പക്ഷെ അത് അനുഭവിക്കുന്നവരായിരിക്കും. ഒരു ബന്ധവുമില്ലാത്ത കുറേ വാർത്തകൾ, നുണകൾ. രസകരമായിട്ട് ഈ അടുത്ത് നമ്മൾ കണ്ടിരുന്നു, നമ്മളുടെയൊക്കെ ഫോണിലേക്കൊരു വീഡിയോ വന്നു. നമ്മളൊക്കെ സാധാരണ പശുവിന്റെ പാല് കുടിച്ചിരുന്ന നമ്മള് ഇന്ന് കുടിക്കുന്ന പാല് മിൽമയാണ്. മിൽമ ഉപയോഗിക്കുന്നവർ ഒരുപാട് ഇവിടെ ഉണ്ടല്ലോ, അല്ലേ? മിൽമ ഉപയോഗിക്കുന്നവരില്ലേ? ആരും മിണ്ടുന്നില്ലല്ലോ. മിൽമ ഉപയോഗിക്കുന്നവരില്ലേ? ഈ മിൽമ പാല് മോശമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത് കണ്ടവരെന്ന് കൈപൊക്കിക്കേ. കണ്ടോ? ഇഷ്ടം പോലെ ചെറുപ്പക്കാര് സഹോദരന്മാര് കണ്ടു. അതൊരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോ ആ വെള്ളവും പാലും രണ്ടായി പോകുന്നു. എന്നിട്ട് അവങ്ങനെ പറയാണ്, കണ്ടോ ഞാൻ വാങ്ങിയ മിൽമ പാലാണ്, ഇതൊന്നിനും പറ്റാത്തതാണ്, ഇതിന്റെ ഡേറ്റ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞു. മിൽമക്കാരിത് കണ്ടു, അവര് കേസ് കൊടുത്തു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ കള്ളം പറഞ്ഞതായിരുന്നു. ചെറുപ്പക്കാരൻ പറഞ്ഞു, നാരങ്ങ പിഴിഞ്ഞ വെള്ളം ഞാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് പാലൊഴിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ എന്തിനങ്ങനെ ചെയ്തു? ആളുകൾ എന്റെ ഈ ദൃശ്യം കാണട്ടെ. കണ്ടോ? അതുമാത്രമല്ല, വിശ്വാസപരമായ കാര്യങ്ങളിൽ, ആചാരപരമായ കാര്യങ്ങളിൽ ഹബീബായ റസൂലുള്ള പറയുകയാണ്, സയകൂനു ഫീ ആഖിരി സമാനി ഉമ്മത്തി ഉനാസ്, യകൂനു ഫീ ആഖിരി ഉമ്മത്തി ഉനാസ്. എന്റെ സമുദായത്തിന്റെ ഒടുവിൽ ചില ആളുകൾ വരാനുണ്ട്. യുഹദ്ദിസൂനകും മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളോ നിങ്ങളുടെ ഉപ്പമാരോ കേൾക്കാത്ത നിരവധി കാര്യങ്ങൾ അവർ കള്ളമായി നിങ്ങളുടെ മുമ്പിൽ പറയും. ഫഇയ്യാകും വഇയ്യാഹും. നിങ്ങൾ അവരെ സൂക്ഷിക്കണേ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ.
നുണ പറയുന്ന, കള്ളം പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ലോകത്ത് വരാനുണ്ട്. യഅ്തൂനകും മിനൽ അഹാദീസി, അവർ വർത്തമാനങ്ങളിൽ നിന്ന് നിങ്ങളോട് പറയും, ബിമാലം തസ്മഊ അൻതും വലാ ആബാഉകും, നിങ്ങൾ കേൾക്കാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ പിതാക്കന്മാര് കേൾക്കാത്ത കാര്യങ്ങൾ. ഫഇയ്യാഹും വഇയ്യാകും, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ അവരുടെ കാപട്യം, അവരുടെ കുതന്ത്രത്തിൽ പെടുന്നതിൽ നിന്ന്. എല്ലാ വിഷയത്തിലേക്കും ഈ കാര്യം നമുക്ക് വേണമെങ്കിൽ ബന്ധിപ്പിക്കാം. നമ്മുടെ ആശയങ്ങൾ, ആദർശങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ, സ്വഹാബികൾ അനുഷ്ഠിച്ചിരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെ മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞ് കള്ളം പറയുന്ന ആളുകൾ, അള്ളാഹുവിന്റെ റസൂൽ ഖുത്ബ ഓതിയതുപോലെയല്ല ഖുത്ബ ഓതേണ്ടത്, അത് മലയാളത്തിലാണ്. തറാവീഹ് അവിടുന്ന് നിസ്കരിച്ചതുപോലെയല്ല നിസ്കരിക്കേണ്ടത്. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരുമാനം. അതാണ് ദീനിന്റെ തീരുമാനം. എന്നാൽ അതല്ല ദീനിന്റെ തീരുമാനം, പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്നാണ്. ഇങ്ങനെ പുതിയ പുതിയ വാദങ്ങളുമായിട്ട് വരും. ലാ യളിലൂനകും വലാ യഫ്തിനൂനകും, അവർ നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ, അവർ നിങ്ങളെ വഴിപിഴപ്പിക്കാതിരിക്കട്ടെ. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ പറയാണെങ്കിൽ ഓരോ അടയാളങ്ങൾ. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വിമോചകനാണ് സയ്യിദുനാ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ലോകത്ത് ഫസാദ് ഉണ്ടാവൂലേ, ഫിത്നകൾ ഉണ്ടാവൂലേ, കുഴപ്പങ്ങൾ ഉണ്ടാവൂലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം കുഴപ്പത്തിലേക്ക് പോകാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ഇൽമു ഉയർത്തപ്പെടുന്നതാണ്. യുർഫഉൽ ഇൽമു, അതിന്റെ അടയാളങ്ങൾ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കാണുന്നു. എങ്ങനെയാ അതുണ്ടാവുക? വലാകിൻ ബിഖബ്ലിൽ ഉലമാ, പണ്ഡിതന്മാരിങ്ങനെ മരണപ്പെട്ടു പോകും ഓരോരുത്തർ. ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് വഫാത്തായി, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് എ പി മുഹമ്മദ് മുസ്ലിയാർ, ഞങ്ങളുടെയൊക്കെ അഭിമന്യ ഗുരുവര്യരായിരുന്ന സീനുൽ ഉലമ, നിങ്ങളുടെ തൊട്ടടുക്കലുണ്ടായിരുന്ന അർമിയാൽ മുസ്ലിയാർ, സമസ്തയുടെ വലിയ വലിയ ആലിമീങ്ങൾ, അവർ ലോകത്ത് എണ്ണപ്പെട്ട പണ്ഡിതന്മാരായിരുന്നു. അവരുടെ അടുക്കൽ പോയി ദീനിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരിഹാരം തേടിയാൽ അവർ ഒന്നും നോക്കാതെ അവർ അതിന്റെ ഉത്തരം നമുക്ക് നൽകുമായിരുന്നു. അത് വളരെ കൃത്യമായിരുന്നു. എന്നാൽ അവരുടെ നിര്യാണം കൊണ്ട് നമുക്കെല്ലാവർക്കും അതിൽ നിന്ന് വലിയ ഒരു ഭാഗം പോയതുപോലെയാണ്. മാഷാ അല്ലാഹ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ആലിമീങ്ങളുണ്ട്, വലിയ വലിയ സമസ്തയുടെ ഉസ്താദുമാരുണ്ട്, അവരൊക്കെ വലിയ പണ്ഡിതന്മാര് തന്നെയാണ്. അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, അല്ലാഹു ആരോഗ്യം നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, നമ്മുടെ കേരളത്തിന്റെ സാഹചര്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അറിവ് ഉയർത്തപ്പെടുക, പണ്ഡിതന്മാര് മരിക്കുക, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ ഓരോന്നും. അപ്പൊ ലോകത്ത് അരാജകത്വമില്ലാതിരിക്കുവോ? അറിവങ്ങ് ഇല്ലാതെയായാൽ പിന്നെ ലോകത്തുണ്ടാകുന്നത് തിന്മയാണ്, പിന്നെ ഇവിടെ ഉണ്ടാകുന്നത് അജ്ഞതയാണ്. ആ അജ്ഞതകൾക്കനുസരിച്ച് ജനങ്ങൾ മുഴുവൻ അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. പടച്ച തമ്പുരാനെ, ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ നാഥാ. ആമീൻ പറയൂ, നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവിടുന്ന് പറയാണ് യതഖാറബുസ്സമാൻ, അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ സമയത്തിൽ അല്ലാഹു തആല ബറക്കത്ത് അങ്ങ് നഷ്ടപ്പെടുത്തും. സമയം അടുത്തതുപോലെ മനുഷ്യന്മാർക്ക് തോന്നും. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, എത്ര വേഗമാണ് ഒരു കൊല്ലായത്. കഴിഞ്ഞ കൊല്ലം വന്ന് വാഴു പറഞ്ഞു, അതിന്റെ മുൻപുള്ള കൊല്ലം വന്ന് വാഴു പറഞ്ഞു. ഇനി അതിന്റെ മുമ്പുള്ള കൊല്ലം വന്ന് വാഴു പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. മൂന്നാമത്തെയാണോ നാലാമത്തെയാണോ? മൂന്നാമത്തെയാണ്. അൽഹംദുലില്ലാ, എത്ര വേഗം അല്ലേ? ഒരു റമളാൻ കഴിഞ്ഞു, അടുത്ത റമളാൻ ഇതാ വരാൻ പോവാണ്. എത്ര വേഗമാണ്! നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
ഒരു മനുഷ്യന് ഒരു വർഷം തോന്നുക ഒരു മാസം പോലെയായിരിക്കും, ഒരു മാസം ഒരാഴ്ച പോലെയായിരിക്കും, ഒരാഴ്ചയാണെങ്കിലോ ഒരു ദിവസം പോലെയായിരിക്കും, ഒരു ദിവസമാണെങ്കിലോ ഒരു മണിക്കൂർ പോലെയായിരിക്കും, ഒരു മണിക്കൂറാണെങ്കിലോ ഒരു തീജ്വാല, ഇങ്ങനെ ഒരു തീപ്പരി പോകുന്നത് പോലെയാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിനും സമയമില്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ എല്ലാവരും പോണത് വേഗത്തിലാണ്. പക്ഷേ എവിടെയും മനുഷ്യന്മാർ കൃത്യമായിട്ട് എത്തുന്നില്ല, അല്ലേ? എന്തിനാ സമയം? എവിടെയാ സമയം? ഖിയാമത്ത് നാളിന്റെ അടയാളം. അവിടുന്ന് പറയുകയാണ്, മറ്റൊരടയാളമാണ് കസ്റത്തു ഫുജ്അത്തിൽ മൗത്ത്. റസൂലുള്ള പറഞ്ഞു, ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ പെട്ടെന്നുള്ള മരണങ്ങൾ ധാരാളമായിട്ട് വർദ്ധിക്കും. ഇന്ന മിൻ അമാറാത്തിസ്സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അയ്യളുഹുറ മൗത്തുൽ ഫുജ്ആ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ധാരാളമായി വർദ്ധിക്കുക എന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. ഒരാൾക്കും ലോകത്ത് സമാധാനമുണ്ടാവുകയില്ല, അല്ലേ? നമ്മളുടെ കൂടെ നടന്നയാള്, നമ്മളോട് ഫോണിൽ സംസാരിച്ചയാള്, നമ്മളോട് കൂടെ സംസാരിച്ചയാള്, അവരൊക്കെ ഇങ്ങനെ മരിച്ചു 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 എന്നുള്ള വാർത്തകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ള പറയാണ്, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല, ഹത്താ യമുറ റജുലു ബിഖബ്രി റജുലി, ഒരു മനുഷ്യന്റെ ഖബറിന്റെ അടുക്കലൂടെ ഒരാൾ പോകുമ്പോ അവൻ പറയുന്നത് യാ ലൈതനീ മകാന, അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. എന്ത് കാരണത്താൽ? വലൈസ ബിഹി ദീനു ഇല്ലൽ ബലാ, അത്രയും പ്രയാസങ്ങൾ, അത്രയും ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകുന്നത് കൊണ്ടാണ്, മതപരമായി അവർ നേരിടുന്നത് കൊണ്ടാണ്. നേരത്തെ മരിച്ചുപോയ ആളുകളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് അവർ സങ്കല്പിക്കുന്നത്. ഒന്നുകിൽ അങ്ങനെ, അതല്ലെങ്കിൽ റസൂലുള്ള വേറൊരു ഹദീസിൽ പറയുന്നുണ്ട്, മരണത്തെ ജനങ്ങൾ വല്ലാതെ ആഗ്രഹിക്കും, ആത്മഹത്യ ആഗ്രഹിക്കും. കടം വന്ന് മൂടുമ്പോ, ദാരിദ്ര്യത്തിന്റെ പ്രയാസം കാരണത്താൽ ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ മനുഷ്യന്മാര് പ്രയാസപ്പെടുമ്പോൾ സ്വാഭാവികമായും അവർ ചിന്തിക്കുമല്ല, ഞാൻ മരിച്ചു കിട്ടിയിരുന്നെങ്കിലെന്ന്. ആത്മഹത്യാ പ്രവണത വല്ലാതെ വർദ്ധിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്, അങ്ങനെ ലോകത്തിങ്ങനെ ഒരുപാട് രീതികളിൽ അരാജകത്വവും അക്രമവും എല്ലാം ഇങ്ങനെ വളർന്നു വന്ന് ലോകത്തിന്റെ ഘടനയാകമാനം താറുമാറായാൽ നിരവധി സംഘട്ടനങ്ങളും നിരവധി പോരാട്ടങ്ങളും ലോകത്തുണ്ടാകും. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്ക് സൂചിപ്പിക്കുന്ന നിരവധി ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഒന്ന് രണ്ട് ഹദീസുകൾ. ഇന്നദ്ദുനിയാ ഇദൻ ഖതഅ ജനാഹാ, ദുനിയാവിന്റെ രണ്ട് ചിറകുകൾ മുറിഞ്ഞു പോയാലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്. ഏതാണ് ദുനിയാവിന്റെ ഭൂമിയുടെ രണ്ട് ചിറകുകൾ? അതിലൊന്ന് മിസ്റും മറ്റൊന്ന് ബസ്റയുമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് രാജ്യങ്ങളും അതിപ്രധാനമാണ്. ബസ്റ ഇറാഖിലാണുള്ളത്. ഇറാഖിൽ വലിയ കുഴപ്പങ്ങളുണ്ടാകും, ഇറാഖിൽ വലിയ കലാപങ്ങളുണ്ടാകും, ഫിത്നകൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഇറാഖിൽ നിന്നായിരിക്കും എന്നൊക്കെ ഹദീസിൽ കാണുവാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഇറാഖ് എന്ന് പറയുന്നത് സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജന്മവും ബഹുമാനപ്പെട്ടവരുടെ ദഅവത്തുമുണ്ടായ മണ്ണാണ്.
ലോകത്തെ ആദ്യത്തെ ശരീഅത്തുമായി വന്നയാൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമായിരുന്നു. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്വാ ബിഹി നൂഹ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്വൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ. ലോകത്തെ ആദ്യത്തെ ശരീഅത്ത് ബഹുമാനപ്പെട്ട നൂഹ് നബിയുടേതായിരുന്നു. ഈ ഭൂമി കണ്ട രണ്ടാമത്തെ ഏറ്റവും മഹാനായ മനുഷ്യൻ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ടവരും ഇറാഖിയായിരുന്നു. എത്രയോ താബിഈങ്ങൾ ഇൽമിന്റെ വിഷയത്തിൽ സയ്യിദു താബിഈനായി അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഇറാഖിയായിരുന്നു. എത്രയോ ആരിഫീങ്ങൾ, എത്രയോ സ്വാലിഹീങ്ങൾ, ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അഷ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇറാഖിലാണ് ബഹുമാനപ്പെട്ടവർ അന്തിയുറങ്ങുന്നത്. റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു ഇറാഖിലാണ് അന്തിയുറങ്ങുന്നത്. അവരുടെയൊക്കെ മഖ്ബറകൾ ഉള്ളത് ഇറാഖിലാണ്. അവിടെ യുദ്ധങ്ങൾ ഉണ്ടായാൽ, അവിടെ കുഴപ്പങ്ങൾ ഉണ്ടായാൽ ആലോചിച്ചു നോക്കൂ, അതിന്റെ ഒട്ടനേകം തുടക്കങ്ങൾ നമ്മളിങ്ങനെ കണ്ടു. സദ്ദാം ഹുസൈൻ ഇറാഖിന്റെ ഭരണാധികാരിയായി. പക്ഷേ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടുന്ന സഖ്യകക്ഷികൾ ഇറാഖിനെ ആക്രമിക്കുകയും സദ്ദാമിനെ ഇല്ലാതെയാക്കുകയും സദ്ദാമിനെ ക്രൂരമായി ഈ ലോകത്തിന്റെ മുമ്പിൽ വെച്ച് തൂക്കിലേറ്റുകയും ചെയ്തു. സദ്ദാം ഹുസൈൻ ആ കാലഘട്ടം വരെ ലോകത്തിന്റെ മുമ്പിൽ അത്ര വലിയ നന്മയൊന്നും ചെയ്തയാളായിരുന്നില്ല. പക്ഷെ ഇന്ന് ലോകത്ത് നന്മ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിൽ സദ്ദാം ഹുസൈന് വലിയ സ്ഥാനമുണ്ട്. എന്തേ? ലോകത്തുള്ള എല്ലാ അരാജകത്വങ്ങൾക്കും ലോകത്തിന്റെ എല്ലാ തകർച്ചകൾക്കും പലപ്പോഴും കാരണമാകുന്ന പാവപ്പെട്ട രാജ്യങ്ങളെ ആക്രമിക്കാൻ നേതൃത്വം നൽകുന്ന അമേരിക്ക എന്ന ക്രൂരമായ രാഷ്ട്രത്തലവന്മാരുടെ മുമ്പിൽ, അമേരിക്കയുടെ മുമ്പിൽ നട്ടെല്ലുയർത്തി സദ്ദാം ഹുസൈൻ ഒരു വീരപുരുഷനെ പോലെ പരലോകം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ കൈകൾ കെട്ടിയിരുന്ന, അദ്ദേഹത്തെ തൂക്കുകയറിലേക്ക് കൊണ്ടുവന്നിരുന്ന ഡോക്ടറോട് അദ്ദേഹം പറഞ്ഞത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഡോക്ടർ, ഇത് ആണുങ്ങൾക്ക് പറഞ്ഞതാണ്. കണ്ണിന്റെ കെട്ടഴിക്കാൻ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ ഓതി, കലിമ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരിശുദ്ധ ഹബീബിനെ പറയുമ്പോഴേക്ക് സദ്ദാം ഹുസൈനിന്റെ അവസാനത്തെ ശ്വാസവും നിലച്ചുപോയി. അദ്ദേഹം വിട പറഞ്ഞുപോയി. അതിനുശേഷം നിങ്ങൾ കണ്ടോ ആ നാട്ടിൽ എന്തെങ്കിലും സമാധാനമുണ്ടായിട്ടുണ്ടോ? ആ നാട് പലപ്പോഴും വാർത്തകളിൽ നിറയുന്നത് അക്രമം കൊണ്ടും അരാജകത്വം കൊണ്ടുമാണ്. ആലോചിച്ചു നോക്കൂ, റസൂലുള്ള പറയാണ് ഇറാഖിന്റെ പതനത്തോടെ. മറ്റൊന്നും മിസ്ർ എന്ന് പറയുന്നത് 10,000-കണക്കിന് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ചവിട്ടിയ മണ്ണാണ്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ്. യബ്ദഉൽ ഖറാബു ഫീ അത്റാഫിൽ അർള്. ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിരവധി കുഴപ്പങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. അങ്ങനെ ഹത്താ തഖ്രിബ മിസ്ർ വല്ലാത്ത കുഴപ്പത്തിലേക്ക് എത്തിച്ചേരും. മിസ്റിൽ ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടാകും. മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നടക്കാനുള്ള വലിയ വലിയ പോരാട്ടങ്ങളെക്കുറിച്ച് സൂചനകൾ നൽകി. ആ പോരാട്ടങ്ങളാവട്ടെ ഷാമിന്റെ ഭാഗത്ത് നിന്നാണ് ആ പോരാട്ടങ്ങൾ കേന്ദ്രീകരിക്കുക. ഷാം എന്ന് പറയുന്നത് ഇന്നത്തെ ഫലസ്തീൻ, ഇന്നത്തെ ഇറാഖ്, ഇന്നത്തെ ഇറാൻ, ഇന്നത്തെ ലബനാൻ, ഇന്നത്തെ സിറിയ, അതുപോലെ തന്നെ ഇന്നത്തെ ജോർദാൻ തുടങ്ങിയ ഭാഗങ്ങളെയാണ് പൊതുവായിട്ട് ഷാം എന്ന് പറയുന്നത്. ആലോചിച്ചു നോക്കിയേ നിങ്ങൾ, അറേബ്യൻ രാജ്യങ്ങളിൽ എക്കാലവും അസമാധാനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫലസ്തീൻ വെട്ടിമുറിച്ചിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ എന്ന ഒരു രാജ്യം രൂപീകരിക്കുന്നത്. അതിനുശേഷം പശ്ചിമേഷ്യയിൽ സന്തോഷമോ സമാധാനമോ കളിയാടിയിട്ടില്ല. നിങ്ങൾ കണ്ടോ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്
പുതിയ ഒരു പ്രഖ്യാപനം നടത്തിയത്. ജെറൂസലേമിനെ ഞങ്ങൾ ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇസ്രായേലിന്റെ തലസ്ഥാനം ടെൽ അവീവാണ്. എന്നാൽ ടെൽ അവീവിനേക്കാൾ വളരെ ചെറിയ ഇടുങ്ങിയ ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ ജെറൂസലേം എന്ന് പറയുന്നത്. ആ ജെറൂസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കിയത് അറബികളെയും അതുപോലെ ഇസ്രായേലിനെയും തമ്മിൽ തല്ലിക്കുവാനാണ്. അതിൽ അമേരിക്ക ഇടപെടാനാണ്. അങ്ങനെയുള്ള വലിയ സംഘടനകൾ നടത്തി ലോകത്ത് വലിയ വലിയ പോരാട്ടങ്ങളും വിപ്ലവങ്ങളും ഉണ്ടായി. മുസ്ലിം സമുദായം തകർച്ചയിലും തരിപ്പണത്തിലും എല്ലാവരും വലിയ പ്രതിസന്ധിയിലുമായിരിക്കുന്ന സമയത്താണ് അവർക്ക് വിമോചനത്തിന്റെ വലിയ മനോഹരമായ സുന്ദര ഗീതങ്ങളുമായി കടന്നു വരുന്നത് ഇമാം മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ മഹ്ദി റളിയല്ലാഹു അൻഹു. ഒന്ന് രണ്ട് ഹദീസുകൾ പറയാം. ഹബീബായ റസൂലുള്ള പറയുകയാണ്, യൂശിക്കു അഹ്ലുൽ ഇറാഖ്, ഇറാഖികൾക്കുണ്ടാകും അല്ലാ യജീഅ ഇലൈഹിം ഖഫീസുൻ വലാ ദിർഹമുൻ, അവർക്കൊരു ഭക്ഷ്യധാന്യമോ അതല്ലെങ്കിൽ ഒരു ദിർഹമോ അവരിലേക്ക് വരാത്ത ഒരു സാഹചര്യമുണ്ടാകും. അമേരിക്ക അവരെ ഉപരോധിക്കും, ലോകരാജ്യങ്ങൾ അവരെ തള്ളിപ്പറയും. ഇറാഖിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ. ഏറ്റവും വലിയ എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ജലസേചനമുള്ളതുകൊണ്ട് നല്ല കൃഷി നടത്താൻ യോജ്യമായ ഭൂമിയാണ് ഇറാഖിന്റേത്. പക്ഷേ ഖിയാമത്ത് നാളിന്റെ അടയാളം ഹബീബായ റസൂലുള്ള പറയുകയാണ്, അവർ ഉപരോധിക്കപ്പെടും. നബിയെ, ആരാണ് അവരെ ഉപരോധിക്കുക? മിൻ ഖിബലിൽ അജമീ യംനഊന ദാക്, പണവും ഭക്ഷണവും അവർക്ക് തടയുക അനറബികളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. പിന്നെ പറഞ്ഞു, എന്നതുപോലെ തന്നെ ഷാമുകാരായ ആളുകളുണ്ടല്ലോ, ഫലസ്തീനികളായ ആളുകൾ, ഈ സിറിയക്കാരായ ആളുകൾ, അപ്രകാരം ജോർദാൻകാരായ ആളുകൾ, അവരിലേക്കും ഇതുപോലെ ഉണ്ടാകും. റസൂലുള്ള പറയുകയാണ്, അതെവിടെ നിന്നാണ് നബിയേ? മിൻ ഖിബലിർ റൂം, അത് റോമിന്റെ ഭാഗത്ത് നിന്നായിരിക്കും. അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ ആയിരിക്കണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റോം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കൂ. എന്നിട്ടൊരൽപ്പസമയം അവിടുന്ന് മിണ്ടാതിരുന്നു. നബി തിരുമേനി പറഞ്ഞു, യകൂനു ഫീ ആഖിരി ഉമ്മത്തി ഖലീഫ, അങ്ങനെ എന്റെ സമുദായത്തിന്റെ അവസാനത്തിൽ ഒരു നേതാവ് വരും. യുഹ്സിൽ മാല ഹസിയാ, അദ്ദേഹം വന്ന് ലോകത്ത് നന്മകൾ ഉണ്ടാക്കി ധനമിങ്ങനെ വാരി വിതറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു ഹദീസിൽ കാണാം, ഉബശ്ശിറുക്കും ബിൽ മഹ്ദി, നിങ്ങൾക്ക് ഞാനിതാ മഹ്ദി ഇമാം വരാനുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്, എന്നൊരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ സമയം, നമ്മൾ പ്രസംഗം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നേരമായി? എത്ര നേരമായിട്ടുണ്ടാവും? കറക്റ്റാണോ തങ്ങളെ? 1 മണിക്കൂർ കറക്റ്റായോ? അൽഹംദുലില്ലാ. അപ്പൊ ഇനി കുറച്ച് നേരം കൂടെ പറഞ്ഞാൽ മതി എന്ന് അതിന്റെ അർത്ഥം. അള്ളാഹു നാഫിയായ ഇൽമു നൽകുമാറാകട്ടെ. ഇപ്പോഴും വിമോചകൻ എത്തിയിട്ടില്ല, വിമോചകൻ വരുന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു സ്വലാത്തൊക്കെ ചൊല്ലിയാൽ ഇൻഷാ അള്ളാഹ് ആ വിമോചകൻ ഇങ്ങ് വരും. സയ്യിദുനാ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. എല്ലാവരും ഒരു സ്വലാത്ത് ചൊല്ലൂ. തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി കഴിയുന്നത് വരെ അശ്രദ്ധയുണ്ടാവില്ല എന്നുറപ്പുള്ള ആളുകൾ മാത്രം ഇരിക്കുക. അശ്രദ്ധയോടെ ഇരിക്കാത്തവർ മാത്രം ഇരിക്കുക. അള്ളാഹു ഈ മജ്ലിസിനെ കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി എല്ലാവർക്കും ഈമാനിന്റെ വെളിച്ചം നൽകുമാറാകട്ടെ.
ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വന്നോ? ഇല്ലല്ലോ. ആ ബക്കറ്റുമായിട്ട് നമ്മുടെ പ്രവർത്തകന്മാർ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. എവിടെ പ്രവർത്തകന്മാരെവിടെ? ബഷീർ ആരെങ്കിലും വരി ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റ് വരുമ്പോ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഈ വർഷം പന്തലൊക്കെ ഇട്ട് നമ്മളൊന്ന് ഉള്ളിലേക്ക് വന്നുകൊണ്ട് ഒരുപാട് ചെലവുകൾ കൂടിയിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? കഴിഞ്ഞ കൊല്ലത്തെക്കാളും സംഘാടകരെ ചെലവുകൾ കൂടിയിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നല്ല ഒരു സ്വതക്ക ഇൻഷാ അല്ലാഹ്, ചെറുതാകരുത്. സാധാരണ നമ്മൾ വളരെ ചെറിയ സ്വതക്കകൾ നൽകിയിട്ട് മാഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ നൽകിയ പൈസ കയ്യിലിട്ടിട്ടുണ്ട് അവർ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഞങ്ങളെല്ലാവരും ഒന്ന് അറച്ചു കൊടുക്കുന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആലോചിക്കുക, റസൂലുള്ള പറയാണ്, ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി വരുമ്പോൾ യുവാതി ഉസ്മുഹു ഇസ്മീ വ ഇസ്മു അബീഹി ഇസ്മ അബീ. ഇമാം മഹ്ദി എന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ്, എന്റെ സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ്. ഇമാം മഹ്ദിയുടെ നാമം എന്റെ നാമവുമായി യോജിക്കുന്നു. ഇമാം മഹ്ദിയുടെ പിതാവിന്റെ നാമം എന്റെ പിതാവിന്റെ നാമവുമായും യോജിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലെങ്കിലും ഏതൊരു സമൂഹത്തിലും അല്ലാഹു തആല നന്മ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് വിമോചകനായി രക്ഷകനായി വരും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്താന പരമ്പരയിലെ ഏതെങ്കിലും മഹാന്മാർ. അങ്ങനെയാണല്ലോ. കേരളത്തിന്റെ തണലവരാണ് എത്രയോ സാദാത്യങ്ങൾ, എത്രയോ സയ്യിദുമാർ. നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പാണക്കാട് സാദാത്യങ്ങളാണ്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് നൽകുമാറാകട്ടെ. മാത്രമല്ല, ഇന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സമസ്തക്ക് വലിയ ഒരു നിധി നൽകിയിരിക്കുകയാണ്. കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ഈ സമൂഹത്തെ നയിക്കാൻ ഉതകുന്ന ഒരു നേതൃത്വത്തെ കരുണാവാരിധിയായ അല്ലാഹു തആല ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്നു. സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. അത് അല്ലാഹു അറിഞ്ഞു നൽകിയ വലിയ ഒരു സ്വത്താണ്. ചിന്തിക്കണം, ശംസുൽ ഉലമ ഒരു മുജദ്ദിദായിരുന്നു, പരിവർത്തനം നടത്തിയ ഒരാളായിരുന്നു. കാലഘട്ടത്തിന്റെ തിന്മകളെ, അരാജകത്വങ്ങളെ, അപ്രകാരം നവീനവാദങ്ങളെ ഈ കേരളത്തിൽ വേരൂന്നാതിരിക്കാൻ തന്റെ നാവിനെയും തന്റെ തൂലികയെയും തന്റെ മുഴുവൻ അധ്വാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയ മഹാനായിരുന്നു ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമയിൽ നിന്ന് നേരിട്ട് സുന്നത്ത് ജമാഅത്തിനെ മനസ്സിലാക്കി അവിടുത്തെ തർബിയത്തിലായി ജീവിച്ച സയ്യിദും ആലിമുമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. റസൂലുള്ള പറഞ്ഞ ഹദീസ്, കസഫീനത്തി നൂഹ്, നൂഹ് നബിയുടെ ആ കപ്പൽ ഇന്ന് ജിഫ്രി തങ്ങളാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കിയേ നിങ്ങൾ, ആരാ ബഹുമാനപ്പെട്ടവര്? നമ്മൾ മനസ്സിലാക്കണം, പ്രായം വളരെ കുറവാണ്. 60 വയസ്സാണ് ബഹുമാനപ്പെട്ടവർക്ക് ഏകദേശമായത്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിലേക്ക് ബഹുമാനപ്പെട്ടവർ വേഗത്തിൽ കടന്നു വന്നു. ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. ട്രഷററായി. ചിന്തിച്ചു നോക്കൂ, നമ്മളുടെയൊക്കെ മനസ്സിൽ, നിങ്ങളൊക്കെ സമസ്തയുടെ പ്രവർത്തകന്മാരാണല്ലോ, ഞാനും അങ്ങനെയാണ്. മനസ്സ് വല്ലാതെ വേദനിച്ച ചില നിമിഷങ്ങളുണ്ടായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. മനസ്സിൽ വലിയ സങ്കടം. പ്രസംഗിക്കാനോ പരിപാടികളിൽ സംബന്ധിക്കാനോ പോലും കഴിയുന്നില്ല. കാണുന്ന പ്രവർത്തകന്മാര് മുഴുവൻ മ്ലാനരായിരിക്കുകയാണ്. കുരിയാട് സമ്മേളനം നടത്തി, ജനലക്ഷങ്ങൾ ഒരുമിച്ചുകൂടി. പലപ്പോഴും ഞാനൊക്കെ ചിന്തിച്ചിരുന്നു, റബ്ബേ, എന്താണ് ഇങ്ങനെ ഒരു സമ്മേളനം? അത് ആവശ്യമുണ്ടോ? സമ്മേളനത്തിൽ ഒരുമിച്ചുകൂടി എന്താണ് നേതാക്കൾ ഞങ്ങളോട് പറയുക? പക്ഷേ കേരളത്തിലെ സമസ്തയുടെ പ്രവർത്തകന്മാരായ നമുക്ക് അഭിമാനം നൽകി, ആഹ്ലാദം നൽകി, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തെല്ലാം കറകളുണ്ടായിരുന്നോ അത് മുഴുവൻ കഴുകിക്കളഞ്ഞു നമ്മുടെ അഭിമന്യ നായകൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഒരു സാധാരണ നേതാവല്ല, ഒരു സാധാരണ സയ്യിദല്ല, വലിയ ആലിമാണ്. ഏത് വിഷയത്തിലും അഗാധ ജ്ഞാനമുള്ള മഹാനാണ്. 10 കൊല്ലം ബഹുമാനപ്പെട്ടവർ കേരളത്തിൽ നിന്ന് ദർസൊക്കെ നിർത്തിയിട്ട്
ഗൾഫിൽ കച്ചവടത്തിന് വേണ്ടി പോയി. കണ്ണിയത്ത് ഉസ്താദിന്റെ പോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദ് കച്ചവടം നടത്തിയല്ലോ. അത് സമസ്തയുടെ ചില പ്രസിഡന്റുമാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചരിത്രം തോന്നുന്നുണ്ട്. ഷംസുൽ ഉലമ ഇങ്ങ് വിളിച്ചു. ബഹുമാനപ്പെട്ടവർ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഷംസുൽ ഉലമ വിളിക്കുന്ന സമയത്ത് കച്ചവടത്തിന് വേണ്ടിയിട്ട് വലിയൊരു ഫണ്ട് ബഹുമാനപ്പെട്ടവരെ ഇറക്കി വെച്ചിരുന്നു. അത് നഷ്ടമാണെന്ന് കരുതിയാലും ഉസ്താദ് വിളിച്ചതല്ലേ, ഉസ്താദിന്റെ ഒരു ഖാദിമു പോലെ ബഹുമാനപ്പെട്ടവർ പ്രവർത്തിച്ചു. ഉസ്താദിനോട് സാധാരണ എല്ലാ കാര്യങ്ങളും മുഷാവറ ചെയ്ത് ബഹുമാനപ്പെട്ടവരുടെ തർബിയത്തിലായി. കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ ചെറുപ്പത്തിലൊരിക്കൽ പോയത്രേ, പഠിക്കുന്ന സമയത്ത്. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ 3 പേരുണ്ടല്ലോ, ഞാൻ അൽഫിയ എന്ന വ്യാകരണശാസ്ത്ര കാവ്യത്തിലെ ഒരു ചോദ്യം ചോദിക്കാം. മറുപടി ആർക്കും പറയാൻ കഴിഞ്ഞില്ല. തങ്ങൾ മറുപടി പറഞ്ഞു. തലയിൽ കൈവച്ച് കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ഫീ ഇൽമിക്, അല്ലാഹു നിങ്ങളുടെ അറിവിൽ ബറക്കത്ത് ചെയ്യട്ടെ. ഇന്ന് കേരളത്തിലെ 3 സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പാളാണ്. യമാനിയയുടെ, ജാമിഅ അഷ്അരിയയുടെ, അതുപോലെ മറ്റൊരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളാണ്. എത്രയോ സ്ഥാപനങ്ങളിൽ ബഹുമാനപ്പെട്ടവർ ഇന്നും ദർസ് നടത്തുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ ദർസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ തിരക്കിന്റെ ഇടയിൽ? ഉസ്താദ് പറയും, ദർസൊക്കെ നടക്കുന്നുണ്ട്, ജാമിയയിൽ നടക്കുന്നുണ്ട്, പണ്ഡിതന്മാർക്കുള്ള ദർസ്, അതുപോലെ നിരവധി പ്രസംഗങ്ങൾ. ആ പ്രസംഗങ്ങൾ തന്നെ ഒരു ഇൽമിന്റെ വലിയ സമയമായിരിക്കും ബഹുമാനപ്പെട്ടവർ ആ പ്രസംഗം നടത്തുന്ന സമയത്ത്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ. ക്രിസ്ത്യാനിയായി പോയി സുലൈമാൻ എന്ന് പറയുന്ന ഒരുത്തൻ. തങ്ങൾ പറയുന്നതും നേരിട്ടും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ അന്ന് ബഹുമാനപ്പെട്ടവർ നന്ദിയിലെ ഉസ്താദാണ്. നന്ദിയിലെ ഉസ്താദായ സയ്യിദ് അവറുകൾ ഉസ്താദുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു അത്രേ ഈ സുലൈമാൻ എന്നയാൾ. ഒരുപക്ഷെ ഉസ്താദിന് അല്ലാഹു തആല കൊടുത്ത ഒരു ഇൽഹാമ കൊണ്ടോ മറ്റോ സുലൈമാന്റെ ഭാഗത്ത് നിന്ന് ചില വിഷയങ്ങളിൽ കളവ് പറയുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഉസ്താദ് അവറുകൾ അവനോട് പോവാൻ പറഞ്ഞു. ഉസ്താദ് അതിനെക്കുറിച്ച് പറയാണ്, സാധാരണ അങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ കുട്ടികളെ പുറത്താക്കിയാൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ ഞാൻ തിരിച്ചെടുക്കുമായിരുന്നു. ഇവനെ അകത്താക്കാൻ വേണ്ടി, തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അന്ന് കോഴിക്കോടുണ്ടായിരുന്ന ഒരു MLA, അന്നുണ്ടായിരുന്ന ഉമർ ബാഫഖി തങ്ങൾ, ഇവരൊക്കെ പറഞ്ഞു. ഞാൻ തിരിച്ചെടുത്തില്ല. അങ്ങനെ അവൻ പോയി. പിന്നീട് അവൻ ക്രിസ്ത്യാനിയായി. ഇന്ന് ഈ സമൂഹത്തെ ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്ന വിഡ്ഢിയായ ഒരു ക്രിസ്ത്യാനിയായിട്ടാണ് ഫാദർ സുലൈമാൻ. അവൻ ദാരിമിയാണെന്നാ പറയുന്നത്, ദാരിമിയൊന്നുമല്ല. ഞാനത് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത് കാണുന്ന പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളായ പ്രവർത്തകന്മാർക്ക് വേണ്ടിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും, ആത്മീയത കൊണ്ട്, അറിവ് കൊണ്ട്, അതുപോലെ തന്നെ ആജ്ഞാശക്തി കൊണ്ട് അല്ലാഹു തമ്പുരാൻ ഈ കാലഘട്ടത്തിലെ സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് നൽകിയ ആശ്വാസത്തിന്റെ മധുരമായ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഞാനത് എന്തിന് ഇപ്പോൾ ഇവിടെ പറഞ്ഞുവെന്ന് ചോദിച്ചാൽ, നമ്മുടെ നേതാക്കന്മാരുടെ ഒരു ദുആയുണ്ട്. എന്താണ് ആ ദുആ? അല്ലാഹുവേ, മഹ്ദി ഇമാം റളിയല്ലാഹു അൻഹു ലോകത്ത് വരുമ്പോ ബഹുമാനപ്പെട്ട സമസ്തയുടെ പതാക, നമ്മളൊക്കെ നമ്മുടെ അഭിമാനമായി തോളിൽ വെക്കുന്ന പതാകയുണ്ടല്ലോ, ഈ പതാക ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേൽപ്പിക്കുമെന്ന്. മഹ്ദി ഇമാമിന്റെ കയ്യിലേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അന്ന് ലോകത്ത് മഹ്ദി ഇമാമിനെ അംഗീകരിക്കുന്നവർ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരായിരിക്കും. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ മക്കൾ, അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇന്നമാ യകൂനു ബഅദ്, ഇന്നമാ, ഒരു നിരവധി അക്രമങ്ങളും അരാജകത്വങ്ങളും ലോകത്തുണ്ടാകും. അത് സത്യത്തിന്റെ മേൽ അതിജയിച്ചുകൊണ്ടിരിക്കും. ആ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നതിന്റെ ഒരടയാളം പറയുകയാണ്. ഇദാ കാനത് സ്വൈഹത്തുൻ ഫീ റമളാൻ,
റമളാനിൽ വലിയ ഒരു അട്ടഹാസമുണ്ടാകും. സ്വഹാബികൾ ചോദിച്ചു, നബിയേ, എപ്പോഴാണ് ആ അട്ടഹാസമുണ്ടാവുക? റമളാനിൽ ഏത് സമയത്താണ് ആ അട്ടഹാസമുണ്ടാവുക? കാരുണ്യവാനായ റസൂലുള്ള അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഫിന്നിസ്ഫി ഫീ റമളാൻ ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാത്രി റമളാനിന്റെ പകുതിയിലായിരിക്കും ആ ഘോരമായ ശബ്ദമുണ്ടാവുക. അങ്ങനെ വലിയ ഒരു മുഴക്കമുണ്ടായാൽ ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫതകൂനു ഹിദത്തുൻ, വലിയ ഒരു മുഴക്കമുണ്ടാകും. തൂഖലുൻ നായിമ, ഉറങ്ങിക്കിടക്കുന്ന ആളുകളൊക്കെ ആ ശബ്ദം കേട്ടാൽ അങ്ങ് ഞെട്ടി ഉണരും. വതുഖ്രിജുൽ അവാതിഖ മിൻ ഖുദൂരിഹിന്ന, റൂമുകളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകൾ ആ ശബ്ദം കേട്ടിട്ട് പുറത്തേക്കവർ ഓടിവരും. തന്നെയുമല്ല, ആ ശബ്ദമുണ്ടാകുന്നത് ഫീ സനത്തിൻ കസീറത്തിസ് സൽസാൽ, നിരവധി ഭൂകമ്പങ്ങൾ ഉണ്ടായ ഒരു കൊല്ലമായിരിക്കും. ഇന്നും 1-2 സ്ഥലങ്ങളിൽ, പെറുവിൽ അതുപോലെ മറ്റൊരു സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഭൂകമ്പങ്ങൾ ഉണ്ടായതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഭൂകമ്പങ്ങൾ ഒരുപാടുണ്ടായ കൊല്ലമായിരിക്കും. നോക്കി നിങ്ങൾ നബി പറയുന്നത്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, നബി ഒക്കെ പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നും പറയാതെ പോയില്ല. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ വലിയ തമാശയായിരിക്കും. പണ്ട് ഒരു ഉസ്താദ് ഖിയാമത്ത് നാളിന് സൂര്യൻ അങ്ങനെയാകും, ചന്ദ്രൻ ഇങ്ങനെയാകും, ഇവിടെ ആകെ തകർത്ത് തരിപ്പണമാകും എന്നൊക്കെ പറഞ്ഞിട്ട് വഅദ് കഴിഞ്ഞു പോകുമ്പോ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് വാപ്പാനോട് ചോദിച്ചു, വാപ്പാ, ഈ ഉസ്താദ് പറഞ്ഞ ആ ദിവസം സ്കൂൾ ഉണ്ടാവുമോ? മൂപ്പർക്ക് അത്രേ പ്രശ്നമുള്ളൂ, അന്ന് സ്കൂൾ ഉണ്ടാവരുത്. റസൂലുള്ള പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന് ഇദാ സ്വല്ലൈതുമുൽ ഫജ്റ, നിങ്ങൾ അന്ന് സുബ്ഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ, മിൻ യൗമിൽ ജുമുഅ, ആ വെള്ളിയാഴ്ച പകലിൽ നിങ്ങൾ സുബ്ഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ, അന്ന് രാത്രിയാണ് വലിയ മുഴക്കമുണ്ടായത്. അന്ന് സുബ്ഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫദ്ഖുലൂ ബുയൂതകും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കിടക്കുക. വഗ്ലിഖൂ അബ്വാബകും, നിങ്ങളുടെ വീടുകളുടെ കവാടങ്ങളൊക്കെ നിങ്ങൾ കൊട്ടിയടക്കുക. ആ ദ്വാരങ്ങളെല്ലാം നിങ്ങൾ അടക്കുക, കർട്ടനുകളൊക്കെ നിങ്ങൾ ഇടുക. നിങ്ങൾ നിങ്ങളുടെ റൂമുകളിൽ നല്ല പുതപ്പ് കൊണ്ട് നിങ്ങൾ പുതക്കുക. നിങ്ങളുടെ ശരീരം നിങ്ങൾ മൂടുക, നിങ്ങളുടെ ചെവി നിങ്ങൾ പൊത്തുക. എന്നിട്ടും നിങ്ങൾ ആ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ, അതെന്താണ് ശബ്ദം, ഞാനതൊന്ന് പോയി നോക്കട്ടെ എന്ന് നോക്കാൻ നിങ്ങൾ പോവരുത്. അപകടം കാണാൻ പോവാന്നുള്ളത് മനുഷ്യന്മാരുടെ ഒരു ഹോബിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് തെറ്റാണോ? അല്ലല്ലോ, അത് മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ്. അവിടെ വല്ല രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരവിടെ മുട്ടി നിന്നിട്ട് അവിടെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പലപ്പോഴും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതിലൂടെ ഇങ്ങനെ പോവാണ്, ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. ഒരു ജനമഹാസഞ്ചയം. എന്താണ് അവിടെ? അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക, എന്താ അവിടെ? അപ്പൊ വേറെയും കുറെ ആൾക്കാരവിടെ, നമ്മളെന്താണ് അവിടെ എന്ന് ചോദിക്കണത് ഇതൊന്നും പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ആൾക്കാർക്ക് അത് എന്താണ്, അങ്ങനെ എല്ലാവരും എന്താണ് അവിടെ, എന്താണ് ഒരു ജനമഹാസഞ്ചയം. അപ്പൊ അവിടെ നിന്ന് ചെരുപ്പ് കടക്ക് തീ പിടിച്ചതോ എന്തോ, ഈ തലപ്പാറ ഭാഗത്ത് എന്തോ ഒരു അപകടം സംഭവിച്ചതാണ്. അത് കാണുക, അത് ആസ്വദിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇതുപോലൊരു ബഹളം നിങ്ങൾ കേട്ടാൽ, എന്താണ് ആ ഒച്ച, എന്താണ് ആ ബഹളം, അത് കാണാൻ നിങ്ങൾ പോവരുത്, അത് നോക്കാൻ നിങ്ങൾ പോവരുത്. അപകടങ്ങൾ കാണാൻ പോവാതിരിക്കുക വേണ്ടത്. ഒരു അപകടം നടന്നു, 4 ആൾക്കാർ മരിച്ചു, വേഗം പോവാ, ഫോട്ടോ എടുക്കുന്നത് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, അതൊക്കെ ചീത്ത പ്രവർത്തനങ്ങളാണ്. ഇപ്പം ഇന്നുണ്ട്, ഞാനത് അയച്ചു തന്ന ആളുകൾ ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറയണമെന്ന് വിചാരിച്ചാണ്. നിങ്ങളെയൊക്കെ വന്നോണമെന്നറിയില്ല. ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത്, ഒരു ആത്മഹത്യ ചെയ്ത ചിത്രങ്ങൾ ഇങ്ങനെ വരിക, കുറെ വോയിസുകൾ. എന്താ നമുക്ക് കിട്ടിയിട്ട് കാര്യം അല്ലേ? അതിലേറെ വലിയ ദുരന്തം. ഞാനത് പെട്ടെന്ന്, കാരണം ഈ മക്കളൊക്കെ ഈ ഫോൺ എടുത്ത് കളിക്കുന്ന ഒരു സമ്പ്രദായം എൻ്റെ വീട്ടിൽ മാത്രമാണോ, അത് നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ? മക്കൾ ഫോൺ എടുത്ത് കളിക്കുന്ന ഒരു ഏർപ്പാട്
എല്ലായിടത്തും ഉണ്ട്. യാ അല്ലാ. അപ്പൊ നമ്മളെ വീട്ടിൽ മാത്രമല്ല എന്നായി. അത് പിന്നെ കുട്ടികൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ അവർ അറിയാതെ ലോക്ക് തുറക്കണത് അവർ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഐഡിയ? നമ്മൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വിരലൊക്കെ എടുത്തിട്ട് ഒരു തൽക്കാലം ലോക്കൊക്കെ തുറക്കും. ആ ജാതി വില്ലന്മാരല്ലേ മക്കളൊക്കെ. ഏതായാലും ഓക്കി ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ ചിത്രം വന്നിരുന്നു. അതൊക്കെ അയച്ചു തന്നു. എൻ്റെ ചെവി പിടിക്കാൻ ആളില്ല. നിങ്ങളുടെയൊക്കെ ഫോണിൽ വന്നിരുന്നോ? എനിക്കൊന്നത് കാണേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാലും ഇങ്ങനെ അയച്ചു തരും. 4-5 ആളുകളെങ്കിലും അയച്ചു തന്നിട്ടുണ്ടാവും. ഓക്കി ദുരന്തത്തിൽ മരിച്ച ആളുകൾ. അല്ലാഹുവേ, എന്തൊരു ഭീകരാന്തരീക്ഷമാണ്. അതെന്ത് അടിസ്ഥാനത്തിലാണ്? ഞാൻ ഒരിക്കൽ കല്യാണത്തിന് പോയി. രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണത്തിന് പോയി. അത് കല്യാണത്തിന് പോകാൻ പറ്റിയ സമയമാണ്. എന്നാൽ പെട്ടെന്ന് അവരൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് രക്ഷപ്പെടാന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. അങ്ങനെ പോയ സമയത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? അവിടെ ഭയങ്കര ചർച്ച. അവിടെ അടുത്ത് ഒരു അപകടം നടന്നിട്ടുണ്ട്. അന്ന് സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ അപകടം നടന്ന് ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറുപ്പക്കാരുണ്ടല്ലോ, അവന്റെ ഫോണിൽ ഈ ചിത്രം കാണിച്ചു തന്ന് അന്നത്തെ എന്റെ ദിവസം തന്നെ പോയി. കാരണം എന്താ? കൈകാലുകൾ മുറിക്കപ്പെട്ട് ശരീരം വികൃതമായി 2-3 ചെറുപ്പക്കാര് വാഹനം ഇടിച്ചിട്ട് ആ ഫോട്ടോ അങ്ങനെ തന്നെ എടുത്തിട്ട് അങ്ങ് അയച്ചിരിക്കുക. എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ? അതായത് ദുരന്തങ്ങളോടും അപകടങ്ങളോടും നമ്മുടെ സമീപനം മാറണം. മുഅ്മിനെ, അതിൽ ദുഃഖിക്കുക, സങ്കടപ്പെടുക. അതുപോലെ തന്നെ അതിൽ അള്ളാഹുവിനോട് കാവല് തേടുക, മരിച്ചോൽക്ക് വേണ്ടി ദ്വാരക്കുക. ഇത് അതിനല്ലല്ലോ. ഇതൊരു തരം എന്തെന്ന് അതിന് പറയാ, ഒരു വല്ലാത്തൊരു ആനന്ദം കണ്ട്, ക്രൂരമായ ആനന്ദം എന്നൊക്കെ പറയില്ലേ, എന്നതുപോലെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നതുപോലെ അന്നേ ദിവസം നിങ്ങൾ രാവിലെ ആ ശബ്ദം നിങ്ങൾ കേട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅഖിറൂ ലില്ലാഹി സുജ്ജദാ. നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലായി നിങ്ങൾ വീഴണേ. സുജൂദിലായി നിങ്ങൾ വീഴണമെന്ന് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണേ, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന്. നിങ്ങൾ ആ നിസ്കാരത്തിലെ സുജൂദിൽ, നിങ്ങൾ ആ സുജൂദിൽ അല്ലാഹുവിനെ വാഴ്ത്തണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടത്തിൽ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വലിയ ഒരു സംഭവം നിങ്ങൾക്ക് കേൾക്കണോ? അതിന്റെ ഒരടയാളം അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. റസൂലുള്ളാഹി പറയുന്നു, ദുൽഖഅദ മാസത്തിൽ, ആ വർഷത്തിലെ ദുൽഖഅദ മാസത്തിൽ ജനങ്ങൾ ഹജ്ജിന് വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതാണ്. ആ സമയത്ത് അന്നത്തെ ഭരണാധികാരി മരിച്ചിട്ടുണ്ടാവും. അവിടെ ഒരു ഭരണാധികാരി ഉണ്ടാവൂല. അത് സൗദിയിലായിരിക്കാം എന്ന് നമ്മൾ അനുമാനിക്കുന്നു. റസൂലുള്ളാഹി പറയാണ്, ഭരണാധികാരി മരിച്ചത് കാരണത്താൽ യന്തഹിബുൽ ഹാജ്, ഹജ്ജിന് പോയ ആളുകളൊക്കെ കൊള്ളയടിക്കപ്പെടും. കാരണം അവിടെ പോലീസില്ല, അവിടെ നിയമങ്ങളില്ല. ഒരുപാട് അക്രമികളും തെമ്മാടികളും വന്ന് ഹജ്ജിന് പോയ ആളുകളെ ക്രൂരമായി ആക്രമിക്കും, അവരെ കൊള്ളയടിക്കും. ഫതകൂനു മൽഹമതും ബിമിനാ ഫയക്സുറു ഫീഹിമുൽ ഖത്ലാ. ആ ഹജ്ജിന്റെ സമയത്ത് അവിടെ വലിയ സംഘട്ടനങ്ങൾ ഉണ്ടാവും. ആളുകളൊക്കെ ഇങ്ങനെ കൊന്ന് ഫയക്സുറു ഫീഹിമുൽ ഖത്ലാ, നിരവധി കൊലപാതകങ്ങൾ അവർക്കിടയിൽ വർദ്ധിക്കും. തന്നെയുമല്ല, വതുസ്ഫഖു ഫീഹി ദിമാ, അവർക്കിടയിൽ രക്തം ഇങ്ങനെ ചിന്തപ്പെടും. ഹത്താ തസീല ദിമാഉഹും അലൽ ജംറത്തിൽ അഖബ, ജംറത്തുൽ അഖബയിൽ പോലും രക്തമിങ്ങനെ തളം കെട്ടി ഒഴുകുമെന്ന് ലോകത്ത് സത്യം പറയാൻ വന്ന മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലു. ജംറത്തുൽ അഖബയിൽ വരെ രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യകൂനു ഇഖ്തിലാഫുൻ ഇൻദ മൗതി ഖലീഫ, ആ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ മരണത്തിന്റെ സമയത്ത് വലിയ അഭിപ്രായ ഭിന്നതയുണ്ടാകും. ഫയഖ്റുജു റജുലുൻ മിൻ ഖുറൈശ്, അപ്പോഴാണ് ഖുറൈശികളിൽ നിന്നൊരാൾ വരിക.
ഖുറൈശ് എന്ന് പറയുന്ന റസൂലുള്ളാന്റെ പാരമ്പര്യമാണ്. അഹ്ലു ബൈത്ത് ഖുറൈശികളിൽപ്പെട്ടവരാണ്. അവിടെ നിന്നല്ല, മിൻ അഹ്ലിൽ മദീന, മദീനക്കാരിൽ നിന്നാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരിക. മദീനക്കാര് നല്ലവരല്ലേ? മദീനക്കാർ അൻസ്വാരികളല്ലേ? അവരെ സ്നേഹിക്കൽ ആയത്തുൽ ഈമാൻ, ഈമാന്റെ അടയാളാണെന്ന് അൻസ്വാരികളെ സ്നേഹിക്കുക. അവരെ മദ്ഹ് പറയാ. നബിക്ക് അഭയം നൽകിയവരല്ലേ? മദീനയിൽ നല്ലവരുണ്ടാകുമല്ലോ. മദീനക്ക് അല്ലാഹു തആല വലിയ പദവി നൽകിയിട്ടുണ്ടല്ലോ. മദീനയുടെ ഓരോ മുക്കിലും മൂലകളിലും, മദീനയിലെ അങ്ങാടികളിലും അല്ലാഹുവിന്റെ മാലാഖമാരുടെ വലിയ സംഘങ്ങൾ ഉണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ നിന്നൊരാളൊരു സാധനം മോഷ്ടിച്ചാൽ ലാബമാലുഹു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പ് അലിയുന്നത് പോലെ അവന്റെ സമ്പത്ത് മുഴുവൻ അലിഞ്ഞു പോകും. ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന നബിയുടെ മണ്ണാണ്. ദജ്ജാലിന് മദീനയിലേക്ക് വരാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ആ പരിശുദ്ധമായ മദീനയിൽ നിന്ന് വരും. ഫയഅതീഹി നാസും മിൻ അഹ്ലി മക്ക. അപ്പൊ ഇമാം മഹ്ദി അറിയപ്പെട്ടിട്ടുണ്ടാവൂല. അപ്പോ മക്കയിൽപ്പെട്ട ചില ആളുകൾക്ക് ഇത് ഇമാം മഹ്ദിയാണ് എന്ന് മനസ്സിലാകും. അല്ലാതെ ഞാൻ ഇമാം മഹ്ദിയാണ് ഒരിക്കലും ഇമാം മഹ്ദി പറയൂല. മനസ്സിലാക്കണേ, ഇനി നമ്മളുടെ ജീവിതകാലത്ത് എന്റെ സംസാരം കേൾക്കുന്നവരെ, എവിടെയെങ്കിലും ഇമാം മഹ്ദി വന്നു, ഇമാം മഹ്ദി വരുന്നു, ഞാൻ ഇമാം മഹ്ദിയാണ്, ഇങ്ങനത്തെ വോയിസുകളൊക്കെ കേട്ടാൽ അതിന്റെ അടയാളങ്ങൾ റസൂലുള്ളാന്റെ വാക്കുകൾ കൊണ്ട് നമ്മൾ തിരുത്തണം. അവിടുന്ന് പറയുകയാണ്, മക്കക്കാരായ ചില പണ്ഡിതന്മാർ അവരെ തിരിച്ചറിയുകയും ഫയുഖ്രിജൂനഹു വഹുവ കാരി, ബഹുമാനപ്പെട്ടവർ വെറുപ്പുള്ള ആളായിരിക്കും. വെറുപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് നേതാവാകാൻ വയ്യ, എനിക്ക് ആളുകളെ നയിക്കാൻ വയ്യ. ആ അവസ്ഥയിൽ ആളുകൾ ബഹുമാനപ്പെട്ട ഇമാമിനെ പുറത്തു കൊണ്ടുവരും. വയുബായിഊനഹു, ആരെല്ലാമാണ് ബഹുമാനപ്പെട്ടവരെ ബൈഅത്ത് ചെയ്യുക എന്നറിയോ? ആ കാലഘട്ടത്തിൽ ഹജ്ജിന് വന്നിട്ടുള്ള അബ്ദാലുശ്ശാമി വ അഹ്ലു മക്ക, ഷാം എന്ന് പറയുന്ന ഇടങ്ങളിലെ അള്ളാഹുവിന്റെ അബ്ദാലുകളായ മഹാന്മാരായ, അപൂർവമായി ആ കാലഘട്ടത്തിലെ അവസ്ഥ അങ്ങനെയായിരിക്കും. അങ്ങനെയുള്ള ആ സമാനിലെ ഏറ്റവും മഹാന്മാരായ ആളുകൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യും. അക്കാലത്തെ ഔലിയാക്കൾ എവിടെ വെച്ചാ ബൈഅത്ത് ചെയ്യുക? നബി തിരുമേനി പറയുന്നു, ബൈനർ റുക്നി വൽ മഖാം, പരിശുദ്ധമായ ഇബ്രാഹിം മഖാമിന്റെയും പരിശുദ്ധമായ ഹജറുൽ അസ്വദ് വെച്ചിരിക്കുന്ന മൂലയുടെയും ആ ഇടയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ടവരെ ബൈഅത്ത് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്നറിഞ്ഞാൽ ഫയബ്അസൂന ഇലൈഹി ജയ്ശം മിൻ അഹ്ലി ശാം, അതായിരിക്കണം ഇസ്രായേൽ. ഷാമിന്റെ ആളുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ബഹുമാനപ്പെട്ടവരെ തകർക്കാൻ വേണ്ടി ഒരു വലിയ സൈന്യത്തെ അയക്കുന്നതാണ്. അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ വരും. ആ സൈന്യം ഇങ്ങനെ വരുമ്പോ ഫയഖ്സഫു ബിൽ ബൈദാ, അവർ ബൈദാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവർ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്നതാണ്. ഫലമ്മാ ബലഗന്നാസു ദാലിക്, ജനങ്ങൾ ഈ വിവരങ്ങളൊക്കെ അറിയും. അങ്ങനെ വന്നാൽ ആളുകൾ ഓരോരുത്തർ വന്ന് ബഹുമാനപ്പെട്ടവരെ ബൈഅത്ത് ചെയ്ത് ഞങ്ങളുടെ നേതാവാണ് അങ്ങ് എന്ന് പ്രഖ്യാപിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ ഒരു റസൂലുള്ള ഉറങ്ങുകയായിരുന്നു. അങ്ങനെ ഉറങ്ങുന്നതിനിടയിൽ ഹബീബായ റസൂലുള്ള ഒരിക്കൽ ഞെട്ടി ഉണർന്നു. നബിയോട് ചോദിച്ചു, നബിയെ, എന്തോ ഒരു പ്രയാസം താങ്കളുടെ ഉറക്കത്തിലുണ്ടായിട്ടുണ്ടല്ലോ, എന്താണത്? അവിടുന്ന് പറഞ്ഞു, അൽ അജബ് അൽ അജബ്, അത്ഭുതമേ അത്ഭുതമേ, ഇന്ന നാസം മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അവർ
പരിശുദ്ധമായ മക്കയിലേക്ക്, കഅബയുടെ അടുക്കലേക്ക് ആ സമുദായത്തിലുള്ള ആളുകൾ മുഴുവൻ അഭയം പ്രാപിക്കും. അങ്ങനെ അഭയം പ്രാപിച്ചാൽ എന്റെ കുടുംബത്തിലെ ഒരാൾ അവർക്ക് അഭയം നൽകും. ഇമാം മഹ്ദി അവർക്ക് അഭയം നൽകും. അങ്ങനെ ഇമാം മഹ്ദിയെ നേരിടാൻ വേണ്ടി അവര് വരുമ്പോൾ അവരെ ഭൂമി അങ്ങ് വിഴുങ്ങിക്കളയും. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്ന ത്വരീഖ ഖദ് യജ്മഉൻ നാസു ഫീ. നബിയേ, അന്ന് നിരവധി ജനങ്ങൾ ഉണ്ടാകുമല്ലോ, അവക്കിടയിൽ യാത്രക്കാരുണ്ടാകുമല്ലോ, നിരപരാധികൾ ഉണ്ടാകുമല്ലോ. അവിടുന്ന് പറയുകയാണ്, ആരൊക്കെയാണോ അവര് വരുന്ന വഴിയിലുള്ളത് അവര് മുഴുവൻ ആഴ്ത്തപ്പെടുന്നതാണ്. സുമ്മ യബ്അസുല്ലാഹു അലാ നിയ്യാതിഹിം. പിന്നെ അവരുടെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ച്, നല്ലവരാണെങ്കിൽ അതിനനുസരിച്ച്, മോശക്കാരാണെങ്കിൽ അതിനനുസരിച്ച് അല്ലാഹു തമ്പുരാൻ അവർക്ക് പുനരുദ്ധാനം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ അങ്ങനെ ആഴ്ത്തപ്പെടുമ്പോൾ അതിൽ നിന്ന് തെറിച്ചു പോവുകയും ഇങ്ങനെ ഒരു സംഭവം അവരെ ഉണ്ടായിട്ടുണ്ട് എന്നവർ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യും. മക്കയിൽ നിന്ന് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു നായകത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ ഒരു വലിയ പ്രസംഗം നടത്തും. നിങ്ങളെ ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങളെ ഞാൻ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങളെ ഞാൻ റസൂലിലേക്ക് ക്ഷണിക്കുന്നു. മുസ്ലിം ലോകം മുഴുവൻ, ഈമാനുള്ളവർ മുഴുവൻ ഒറ്റക്കെട്ടായി ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അണിനിരക്കും. ലോകം അടക്കി ഭരിക്കുന്ന അഞ്ചാമത്തെ ആളായി ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി എന്നവർ മാറും. എല്ലാ അരാജകത്വവും അവസാനിക്കും. എല്ലാവർക്കിടയിലും സന്തോഷം നിറയുന്നതാണ്. യുത്ഫിഉല്ലാഹു ബിഹിൽ അംയാ. എല്ലാ ഇരുട്ടിനെയും അല്ലാഹു തആല കെടുത്തിക്കളയുന്നതാണ്. ഭൂമിയിൽ അല്ലാഹു തആല നിർഭയത്വം നൽകുന്നതാണ്. ഭൂമിയിലുള്ള നിർഭയത്വം കാരണം ഒരാൾക്കും ജലക്ഷാമം ഉണ്ടാവുകയില്ല. നല്ല മഴ വർഷിക്കും. ഭൂമിയിൽ പടച്ച തമ്പുരാൻ ധാരാളം കൃഷികളും കായ്ക്കനികളും നിരവധിയായി നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും എന്താണ് ഇമാം മഹ്ദി എന്നവർക്ക് പറയാനുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടെ ആലോചിക്കുകയും ഇമാം മഹ്ദിയുടെ വാക്കുകൾ അവരക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യും. ചിന്തിച്ചു നോക്കൂ, ആ പ്രദേശങ്ങൾ ഇന്ന് വളരെ പ്രാധാന്യമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നു. പഴയ കാലത്തെ പോലെയല്ല ഹജ്ജിനും ഉംറക്കും ഒക്കെ പോകുന്നത് പോലെ ഇന്ന് ഫലസ്തീനിലേക്കും ഇറാഖിലേക്കും ഇറാനിലേക്കൊക്കെ നമ്മളിങ്ങനെ പോവുകയാണ്. തന്നെയല്ല, ഓരോ വാർത്തകളും നമുക്കിടയിൽ നിന്ന് ലൈവാണ്. ഇമാം മഹ്ദി എന്ന മഹാനുഭാവന്റെ നേതൃത്വത്തിൽ ലോകത്ത് നന്മകൾ മാത്രം വിളയാടും. നമ്മളിത് പറഞ്ഞ ആരും വേദനിപ്പിക്കല്ല, അല്ലേ? എല്ലാവർക്കും ശാന്തിയുടെ ദൂതനായി, സമാധാനത്തിന്റെ ദൂതനായി ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്ന 7-8 കൊല്ലക്കാലം ബഹുമാനപ്പെട്ടവർ ഭരണം നടത്തുമ്പോൾ അയ്യകൂന ശദീദൻ അലൽ ഉമ്മാൽ, ഭരണം നടത്താനുള്ള ഉദ്യോഗസ്ഥന്മാരോടൊക്കെ വളരെ കണിശമായ പെരുമാറ്റമായിരിക്കും. എല്ലാവരോടും നീതി. ദരിദ്രരായ ആളുകളോട് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളായിരിക്കും, വലിയ ധർമ്മിഷ്ഠനായിരിക്കും. ഹദീസുകളിൽ കാണാം, മഹ്ദി ഇമാമിന്റെ അടുക്കലേക്ക് എന്തെങ്കിലും ഒരാവശ്യത്തിന് ചെന്നാൽ ഇമാം ചോദിക്കുമെന്നാണ്, നിങ്ങൾ വല്ല ചാക്കും കൊണ്ടുവന്നിട്ടുണ്ടോ? ചാക്ക് കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കാണിക്കാൻ പറയുകയും ആ വസ്ത്രത്തിലൊന്നാകെ ബഹുമാനപ്പെട്ടവർ ധനം വിതറിക്കൊടുക്കുകയും അതൊരു ഭാണ്ഡമാക്കി അവർ യാത്ര പോവുകയും ചെയ്യുന്നതാണ്. അത്രയും ധനം കൊടുക്കും. അങ്ങനെ ആളുകൾ, മരിച്ചുപോയ ആളുകളെ സംബന്ധിച്ച് കുഴപ്പങ്ങളുടെയും ഫിത്നകളുടെയും യുദ്ധങ്ങളുടെയും കാലത്ത് മരിച്ചുപോയ തങ്ങളുടെ പ്രപിതാക്കന്മാരെ കുറിച്ചും ആളുകളെ കുറിച്ച് ഇങ്ങനെ വിചാരിക്കുമെത്രേ, അവരൊക്കെ ഈ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ 6-7 കൊല്ലക്കാലം ഭരണം കഴിയുന്ന സമയത്താണ്
ഖുറൂജുദ് ദജ്ജാൽ, ദജ്ജാൽ വരിക. ദജ്ജാൽ വന്ന് ദജ്ജാലിന്റെ ക്രൂരതകൾ അത് മറ്റൊരു വിഷയമാണ്. യൂട്യൂബിൽ ഞാൻ തന്നെ പ്രസംഗിച്ച പ്രസംഗം നിങ്ങൾക്ക് കിട്ടും ദജ്ജാലിനെ കുറിച്ച്. ആരാണ് ദജ്ജാൽ, അവൻ എപ്പോഴാ വരിക, അത് ഇതുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ദജ്ജാലുള്ള കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ലോകത്തുണ്ടാകും എന്നൊരു അഭിപ്രായമുണ്ട്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലായിരിക്കും. ബൈത്തുൽ മുഖദ്ദസിൽ മുസ്ലിങ്ങൾ എല്ലാവരും ദജ്ജാലിന്റെ ആക്രമണങ്ങൾ കാരണം ഉപരോധിക്കപ്പെടുന്ന സാഹചര്യമായിരിക്കും. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ദജ്ജാലിന്റെ പ്രവർത്തനങ്ങൾ കാരണം വിഷമിച്ചിരിക്കുമ്പോൾ, അവന്റെ ക്രൂരതകൾ കാരണം ബുദ്ധിമുട്ടിയിട്ട് ബൈത്തുൽ മുഖദ്ദസിലിരിക്കുമ്പോൾ സുബ്ഹ് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. ഈസാ നബിയെ കണ്ടാൽ ഇമാം റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് നിൽക്കുകയും ഈസാ നബി മുമ്പിലേക്ക് നിൽക്കുകയും ചെയ്യുന്ന അല്ല, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് പറയും, നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ ഇഖാമത്ത് കൊടുത്തത്, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിച്ചോളൂ. ഇമാം മഹ്ദി ഇമാമ നിൽക്കുകയും ഈസാ നബി നിസ്കരിക്കുകയും പിന്നീട് ഈസാ നബി ദജ്ജാലിനെ കൊല്ലുകയും ചെയ്യുന്ന. ഈസാ നബി ഭരിക്കും. അത് കഴിഞ്ഞ് ലോകത്ത് പിന്നെ യഅ്ജൂജ് മഅ്ജൂജ് ദാബത്തുൽ അർള് ഇതെല്ലാം കൂടെ കഴിഞ്ഞാലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِن كُنتُمْ صَادِقِينَ. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എല്ലാ അരാജകത്വങ്ങളിൽ നിന്നും ലോകത്തെ രക്ഷിച്ച് ഇനി ലോകം അവസാനിക്കാൻ കുറഞ്ഞ കാലം മാത്രം. ആ ആയത്തും കൂടെ ഓതി ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാ യൻളുറൂന ഇല്ലാ സ്വൈഹതൻ واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون. അതുകൊണ്ട് ഒരുങ്ങിക്കൊള്ളുക, മുഅ്മിനീങ്ങളെ തയ്യാറെടുത്തുകൊള്ളുക. ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. നമ്മളിലൂടെ അത് പുലരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അറിവില്ലായ്മയും അതിക്രമങ്ങളും കൊലപാതകങ്ങളും ഇസ്ലാമിനോടുള്ള അവജ്ഞയും പുച്ഛവുമൊന്നും നമ്മിലൂടെ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അടയാളങ്ങളൊന്നും നഊദു ബില്ലാഹ് മുഅ്മിനീങ്ങളെ നമ്മിലൂടെ മാത്രമല്ല, നമ്മളുടെ മക്കളിലൂടെയോ നമ്മുടെ പേരക്കിടാങ്ങളിലൂടെയോ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അല്ലാഹു പറയാണ്, മാ യൻളുറൂന ഇല്ലാ സൈഹതൻ വാഹിദ. സൂറന്ന കാഹളത്തിലൂതുന്നത് ഒരു വലിയ അട്ടഹാസമായിരിക്കും. ലോകാവസാനം അല്ലേ? അവിടുന്ന് ചോദിച്ചു, ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂതാൻ അള്ളാഹുവിന്റെ കൽപ്പന കിട്ടാൻ വേണ്ടി തന്റെ മുഖം ചുളിക്കുകയും തന്റെ പുരികം ഇങ്ങനെ ഉയർത്തുകയും തന്റെ ചെവികൾ കൂർപ്പിച്ചിരിക്കുകയും ചെയ്യുമ്പോ കൈഫ അൻഉമു ഫിദ്ദുനിയാ, ഞാൻ എങ്ങനെ ദുനിയാവിൽ സുഖിച്ച് ജീവിക്കും? എന്തേ? സൂറന്ന കാഹളവുമായി ഇസ്രാഫീൽ അലൈഹിസ്സലാം തയ്യാറായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോട് ഇത് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, നബിയെ, ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ നല്ലത് പറഞ്ഞോളൂ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നോളൂ. കണ്ടോ? മാ യൻളുറൂന ഇല്ലാ സ്വൈഹതൻ വാഹിദ. ഘോരമായ ഒരു ശബ്ദമായിരിക്കും ഖിയാമത്ത് നാളിന്റേത്. തഅഖുദുഹും വഹും യഖിസ്മൂൻ. അവർ അവരുടെ കാര്യങ്ങളിലായി തർക്കിച്ചുകൊണ്ടിരിക്കെ അന്ത്യദിനം അവരെ പിടികൂടുന്നതാണ്. അല്ലാതെ നമ്മൾ കരുതുന്നത് പോലെ ഇതൊക്കെ ടിവിയിൽ വന്ന് എല്ലാവരും അറിഞ്ഞ് അതിനു വേണ്ടി റെഡി ആയിട്ട് അങ്ങനെയല്ല. വഹും യഖിസ്മൂൻ. കച്ചവടം ചെയ്യുന്നവർ അതിലേർപ്പെട്ടിരിക്കെ, കൃഷി ചെയ്യുന്നവർ അതിലേർപ്പെട്ടിരിക്കെ,
വർത്തമാനം പറയുന്നവർ അത് ചെയ്തുകൊണ്ടിരിക്കെ, ഡ്രൈവ് ചെയ്യുന്നവർ അത് നടത്തിക്കൊണ്ടിരിക്കെ അതവരെ പിടികൂടും. അല്ലാഹു പറയുകയാണ്, ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങാൻ അവർക്ക് കഴിയില്ല, അവർക്കൊന്നിനും കഴിയില്ല. അവരുടെ മക്കളോട് പോയി മക്കളെ രക്ഷപ്പെട്ടോളൂ എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അങ്ങനെയുള്ള അന്ത്യദിനത്തിന്റെ ഭീകരമായ ബീഭത്സമായ ആ രംഗം സംഭവിക്കാനുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമായി ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു വരവിനെയാണ് ലോകം കാത്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞുവല്ലോ, എന്റെ ഉദ്ഘാടകൻ, ബഹുമാന്യനായ ഉദ്ഘാടകൻ, മക്കളെ നന്നാക്കുക എന്നത്. അതെന്തിനാന്നറിയോ? ഒരുപക്ഷേ നമ്മുടെ കാലത്ത് മഹ്ദി ഇമാം വന്നിട്ടില്ല എങ്കിലും നമ്മുടെ കാലത്തിന് ശേഷമുള്ള കാലത്ത് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി വരുമ്പോ ആ മഹ്ദി ഇമാമിനെ പിന്തുണക്കുന്നവരായി നമ്മുടെ പേരക്കുട്ടികൾ ഉണ്ടാവണം, ഒരു നല്ലവരാവണം. എന്റെ സഹോദരിമാരെ, നമ്മളുടെ പ്രിയപ്പെട്ട മക്കളും പേരക്കിടാങ്ങളൊക്കെ ഈ നല്ലവരുടെ കൂട്ടത്തിൽ പെടണം. അതിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഇന്നത്തെ ഈ വഅള് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രത്യേക